ഹിറ്റ്ലർ പക്ക വെജിറ്റേറിയൻ അതൊരു ക്രൂവറിന് ഈ ലോകത്തുണ്ടായിരുന്നു. മറ്റ് കാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയണം. നമ്പൂതിരിമാരെ അടിക്കാൻ തന്നെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നില്ല. കലോത്സവങ്ങളിൽ നോൺ വെജ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അളവിൽ ഇങ്ങനെ ഇലയിൽ 3 ലെയറായിട്ട് കുറേ കളറുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധം. ടേസ്റ്റിനെ കുറിച്ച് ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോതേർഡ്. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ശക്തിയില്ലെന്ന് പറയുമ്പോൾ ആനയ്ക്ക് എന്തിനാത്ര ശക്തിയുണ്ട്. ഗവൺമെൻറ് നമുക്ക് തരുന്ന നമ്പേഴ്സും വന്ന് കഴിക്കുന്ന ആൾക്കാരും ആയിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ശരിക്കും സാമ്പാർ സബ്ജിയാണ്. സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല. സാമ്പാർ കേരളീയ വിഭവമല്ലല്ലോ. അത് ശരിക്കും തമിഴ്നാടിൻ്റെ സാധനമാണല്ലോ. വിറകടുപ്പിൽ പിടിക്കുന്ന സാധനം സ്ലോ കുക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി. അപ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളൊരാളെ ഒരിക്കലും കളർ കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ ഒന്നും ഒരാളെ തിരിച്ചറിയാൻ പാടില്ല. യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു സംഭവം, ഈ ഒരു ഫീലിംഗ് അത് നമ്മൾ എത്ര കോടി കൊടുത്താലും കിട്ടിയല്ലോ സാറേ. ഈ ഫീൽഡിലേക്ക് വളരെ യാദൃച്ഛികമായിട്ടാണ് വന്നതെന്ന് കേട്ടിട്ടുണ്ട്. ജോലിക്ക് തേടി നടന്ന സമയത്ത് MTയുടെ പുസ്തകങ്ങളുമായിട്ട് വളരെ ആ ഒരു ദാറ്റ് ഈസ് ദ ലോസ്റ്റ് ഫീലിംഗ് ദാറ്റ് ഈസ് ദെയർ ഇൻ MT's ബുക്സ് അതൊക്കെ അനുഭവിച്ച ഒരാളാണെന്നും അങ്ങനെ യാദൃച്ഛികമായിട്ട് ഇതിൽ വന്നതാണെന്നും ആ കഥ ഒന്ന് പറയാം. MTയുടെ പണ്ട് പോലെ വായന ഉണ്ടായിരുന്നു. കാരണം ഞാൻ ജനിച്ച സ്ഥലം കുറിച്ചിത്താനമാണ്. കുറിച്ചിത്താനത്ത് ഒരു ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട്, ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ട്. പണ്ടൊരു P. ശിവരാമപിള്ള എന്ന് പറഞ്ഞൊരു സാറായിരുന്നു, സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്നു, എൻ്റെ ലൈബ്രറിയൻ. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. അപ്പോൾ ആ ലൈബ്രറി വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും അപകടം കാണിച്ചാലും പ്രധാനപ്പെട്ട ശേഷം ഒരു പുസ്തകം എടുത്തു തരും. അത് വായിച്ച് അത് പകർത്തി കൊണ്ട് കൊടുക്കാതെ. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തന്നെ വായന ശീലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അകത്ത് എനിക്ക് MTയുടെ കുറച്ചുകൂടി ഗൃഹാതുരത്വത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ ആ കാലഘട്ടത്തിന് റിലവൻ്റ് ആയിരുന്നു ആ ബുക്സ് എല്ലാം. അങ്ങനെ ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ MTയുടെ വല്ലാത്തൊരു ആരാധനയും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി കുറേ നടന്നിരുന്നു. ഏതാണ്ട് 126ഓളം ടെസ്റ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പല PSC മാത്രമല്ല, PSC UPSC BSRB എല്ലാം എന്തൊക്കെ ടെസ്റ്റുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ എഴുതിയ ഒരാളാണ്. പക്ഷേ MSc ഫിസിക്സ് ചെയ്തതിന് ശേഷമാണ് അതിനുശേഷം 5 വർഷക്കാലത്തോളം ഞാനിങ്ങനെ ഓരോരോ ടെസ്റ്റുകളായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ബ്രാഹ്മിൺസിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഏതെങ്കിലും അന്നത്തെ കാലഘട്ടം സാർ നമ്മൾ അതാണ് ആ കാലഘട്ടത്തിനെ കുറിച്ച് മനസ്സിലായി. 80s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്പൂതിരിമാർക്ക് പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ടുള്ള പൂജയൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ മോസ്റ്റ്ലി ആൾക്കാർ ഇതിലേക്ക് മാറാറുണ്ട്, ഈ പാചകത്തിലേക്ക് കൂടി മാറാറുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ എത്ര പൂജ ചെയ്താലും നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താലും ഇത് നടത്തുന്ന ആൾക്ക് യോഗ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവൻ്റെ ചീത്തയും ശാപവും മാത്രമായിരിക്കും നമുക്ക് കിട്ടാൻ പോണേ. അത് കാരണം ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു സംഭവം പാചകമായതുകൊണ്ട് പാചകത്തിലേക്ക് മാറിയെന്നുള്ളതേ ഉള്ളൂ. തുണിസഞ്ചിയൊക്കെ തൂക്കി അസ്തിത്വ ദുഃഖമൊക്കെ പേരിടുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇയാളുടെ വായനയിൽപ്പെട്ട ഒരു സംഭവത്തിൽപ്പെട്ട്, അതായത് 75 to 80 ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയൊക്കെ കുറേ കവിതകൾ, മറ്റേ അയ്യപ്പ പണിക്കരുടെ കവിതകളായിരുന്നു ആദ്യം ഒരു ശീലമാക്കിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ എന്തൊരു ബുദ്ധിജീവി പരിവേഷം അതായിരുന്നല്ലോ പ്രധാനം. താടി ഇല്ല, അന്നുമില്ല ഇന്നുമില്ല, പിന്നെ വളർത്തേണ്ട കാര്യമില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കുറേ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. കുറേ യാത്രകളിൽ മുഴുവൻ ഒരു സഞ്ചി ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും. 1 ജോഡിയല്ല 2 ജോഡി ഡ്രസ്സ്. ഈ ജോലി തേടിയുള്ള യാത്രയിൽ തന്നെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർവേഷനൊന്നുമില്ല, അൺറിസർവ്ഡായിട്ട് കയറി. അപ്പോൾ 1 ജോഡി ഡ്രസ്സൊക്കെ കയ്യിലുണ്ടാവുള്ളൂ. ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലും. വാരണാസിയിലൊക്കെ പോയി താമസിച്ച് കുറച്ച് സുഹൃത്തുക്കൾ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഡ്രസ്സ് ഉണക്കിയിടും. അങ്ങനെയൊക്കെ ഇട്ട് എന്തായാലും യാത്രകൾ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വായനയും 2 അനുഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് MTയുടെ പുസ്തകങ്ങളോട് വല്ലാത്തൊരു ക്രേസ് വന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു
ചെറിയ ചെറിയ കുറച്ച് ബിസിനസ്സുകളൊക്കെ അത് ഒന്ന് കൈവച്ച് നോക്കിയായിരുന്നു. നമ്പൂതിരിമാരോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്നുള്ള അറിയാമെങ്കിൽ കൂടി ചെയ്ത് നോക്കി. പക്ഷേ അത് കൈപൊള്ളി കഴിഞ്ഞപ്പോൾ കുറേ സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി അത്ര വലിയ ഫൈനാൻഷ്യലി സെറ്റിൽഡൊന്നും ആയിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ശകാരങ്ങളും അപ്പോൾ നമുക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ഈ ജോലികളൊക്കെ നോക്കി അന്വേഷിച്ച് നടന്ന് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അതിന് നമ്മൾ എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും മരിക്കണം എന്നാണെന്ന്. പിന്നെ അത് നേരത്തെ തീർന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥത ഉണ്ടല്ലോ. എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ അനിയനുണ്ടായിരുന്നു, ജ്യേഷ്ഠന്മാർ 2 പേരുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ ഞാനവിടെ ഇല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്മൂത്തായിട്ട് അവർ നോക്കും. അന്ന് അങ്ങനെയൊക്കെ ചില സങ്കല്പങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായത്. അല്ല, അന്നത്തെ ആ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഒരുപാട് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഒരു ഫോർവേഡ് കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തന്നെ. കാരണം ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഏതൊരു രംഗത്ത് മുൻനിരയിലെത്തുന്ന ഒരാൾക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ ആൾക്കാരെ വെയിലത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഒരുത്തനെ വിളിച്ച് മാത്രം നാരങ്ങാളം കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വളരെ തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൊണ്ടാണ്. അന്നൊന്നും ഒരുപാട് സാഹചര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പക്ഷേ പിന്നെ ഞാൻ അത്ര വലിയ ബ്രൈറ്റൊന്നും ആയിരുന്നില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് കയറി അങ്ങോട്ട് ഒരു പറഞ്ഞ് മനസ്സിലാക്കിച്ച് അല്ലെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്യാൻ മാത്രമല്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ വായനയിൽ നിന്ന് യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് കുറേ കൂടിയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മോശൽ ശരിക്കും നമുക്ക് ഒരുക്കിയെടുത്തത്, എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. റിസർവേഷനെ കുറിച്ചിട്ട് പറഞ്ഞത് അന്ന് ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അന്നൊരു വല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ബ്രാഹ്മണനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പൂണിലിടിച്ച മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച്. ഞാനൊന്ന് ശ്രമിച്ചത് നേരെ തിരിച്ച്, ഞാൻ എങ്ങനെ ഈ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് എനിക്കെങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതൊന്നും സ്വാഭാവികമല്ലല്ലോ. അത് വല്ലാത്തൊരു ശരിക്കും എന്താ പറയുക, ഇന്ത്യയിൽ അത് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് കഴിവുണ്ട്, അവന് ജോലിയുണ്ട്. കഴിവില്ല, ജോലിയില്ല. ആ കഴിവല്ലേ പരിഗണിക്കേണ്ടത്. വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കൊണ്ടുവരേണ്ടത്. സത്യമാണ്, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളോട് റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തി നിൽക്കും പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അവർ പിന്നെ ഈ എന്താണ് പറയുക, ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം തന്നെ പറയാം. അത് കാരണം ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ആദ്യം പറഞ്ഞു നമ്പൂരിമാർക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. വിജയിച്ചവരും ഉണ്ട് അല്ലേ ബിസിനസ്സിൽ? ഞാൻ എൻ്റെ അറിവിൽ നമ്പൂതിരിമാർ ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാർക്ക് വളരെ റെയറാണ്. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ വിജയിച്ചായിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതിൽ 70% അട്ടർ ഫെയിലിയറായിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, നുണ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബിസിനസ്സിൽ സത്യമായ രീതിക്ക് ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളെങ്കിലും അത്യാവശ്യം ഒളിക്കാൻ പഠിച്ചിരിക്കണം. എന്നാലും ബിസിനസ് എന്ന് വെച്ചാൽ ആരും പറ്റിക്കണമെന്നല്ല, അതുപോലും കഴിയാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങളെടുത്ത് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത 1-2 ആൾക്കാരാണ്. അതിൽ പ്രധാനമാണ് ബ്രാഹ്മിൺസിൻ്റെ ഈ റിപ്പോർട്ടേഴ്സിൻ്റെ അത് വിഷ്ണു നമ്പൂതിരി. അദ്ദേഹത്തിന് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ വെച്ചിരിക്കും 1, 2, 3 ആൾക്കാരെ മാത്രം കാണിക്കുക എന്നുള്ളതല്ലാതെ വേറെ ആളെ എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഈ ഇത് തന്നെയാണ് സാമ്പത്തികത്തിൽ. പിന്നെ ഈ സാമ്പത്തികം പൈസ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് പൈസ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. നമുക്കിപ്പോൾ സാമ്പത്തികം കുറച്ച് പൈസ കയ്യിൽ വന്നു, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺസ് എടുക്കണം എന്ന ഒരു സാമാന്യബോധം ഉണ്ടാവാറ് പതിവില്ല. കാരണം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഒരു ചർച്ചയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
കുറച്ച് പൈസ കയ്യിലേക്ക് കിട്ടി, അതെന്തെങ്കിലും ചെയ്തു, അത് അവസാനം പോയി. പിന്നെ അത് എന്ത് ചെയ്യും, ഇങ്ങനെ റീകൂപ്പ് ചെയ്യുമെന്ന് അറിയിച്ച് പല രീതിക്ക് ശ്രമിക്കുമ്പോഴും തിരിച്ച് കിട്ടാതാകുന്ന അവസ്ഥയിൽ നമ്മൾ ബാധ്യതകളിലേക്ക് മാറാറുണ്ട്. ഇപ്പൊ കുറച്ച് മാറ്റം വന്നോ? ഇപ്പൊ ഇത്രയും ഇപ്പൊ സ്വയം അല്ല, ഇപ്പോൾ ഞാനൊരു ബിസിനസ്മാൻ അല്ലല്ലോ. ഞാൻ ബിസിനസ്മാൻ അവകാശപ്പെടാത്ത ഒരാളാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു രംഗത്ത് പിന്നീട് ഈ എന്താണ് പറയുന്നത്, ഞാൻ ഈ പറയില്ല, ബിസിനസ് പോയിട്ട് തകർന്ന് വളരെ കഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റപ്പാലത്തൊരു ബുക്ക് സ്റ്റാളിൽ ജോലി കിട്ടി. ഒരു സ്റ്റുഡൻറ് സെൻ്ററുന്നുണ്ട്, പുസ്തകക്കടയാണ്. പുസ്തകം മാത്രമല്ല, അവിടെ ഈ സ്കൂൾ കോളേജ് ലാബറട്ടറി എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട. എൻ്റെ അടുത്ത് ഒരു 2-3 ഷെൽഫിൽ ഒരു ബുക്സ് കൂടിയുണ്ട്. പക്ഷേ അന്ന് പ്രധാനമായിട്ടും അവർ അതിൻ്റെ അകത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ബുക്കുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതലും നോവലുകളൊക്കെ ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒറ്റപ്പാലം NS കോളേജിലെ കുട്ടികളൊക്കെ വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. അന്ന് ഞാനൊരാളെ പരിചയപ്പെട്ടു, വളരെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട ഒരാളാണ്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു, നമ്പൂതിരി ആണോന്ന് ചോദിച്ചു. എന്നോട് എന്താണെന്ന് എനിക്കറിയില്ല. അതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ എൻ്റെ കയ്യിൽ അന്നേരം ഒരു ബുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ ഇയാളുടെ ഗോഡ് ഫാദർ ആയിരുന്നു. ഗോഡ് ഫാദർ എന്നുള്ള ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇദ്ദേഹം ഒരു കയറി വന്നയാളെ. ബുക്കുകൾ വായിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഫിക്ഷൻ സാധാരണയായിട്ട് വായിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ നമ്മുടെ ബുക്ക് സ്റ്റാളിലിരിക്കല്ലേ, എന്തെങ്കിലും പരിപാടി ആവാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും അദ്ദേഹം ഈ ശവസംസ്കാരം നടത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു. അതുപോലെ അത്രമാത്രം തീവ്രമായിട്ട് അദ്ദേഹം വായിക്കുന്ന ഒരാളാണെന്ന് എനിക്കന്ന് മനസ്സിലായി. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ബേസ് മുതൽ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കവർ ചെയ്തതെന്ന് അവിടെ നിന്നായിരുന്നു. പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഒരാളെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരാളിൽ നിന്ന് ഞാൻ പല ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നിന്നിട്ട് പോലുണ്ട്. എന്തൊരു അറിവാണെന്നറിയാം, ഒരുപാട് വായിക്കുന്നു. സംസ്കൃതമൊക്കെ നല്ലോണം അറിയാം, ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കും, മലയാളം അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഭാഷ. നമ്മളൊരു എന്താ പറയുക, ശവസംസ്കാരം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു ഭാഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും വളരെ ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരുപാട് ആൾക്കാർക്ക് ചാരിറ്റി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. പൈസ ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് പൈസ ഇല്ലാതെ തന്നെ സംസ്കാരം നടത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് മുതലാണ് നമ്മളൊരാളെ ഒരിക്കലും കളർ കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ ഒന്നും ഒരാളെ തിരിച്ചറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ ഇപ്പം മലയാളിയുടെ സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളി കാണുന്ന ആൾക്കാർ, ശവസംസ്കാരം നടക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു മൂന്നാം കിട ആൾക്കാരായിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നൊരു വ്യക്തി അദ്ദേഹമായിരുന്നു. പിന്നീടാണ് ഞാൻ വളരെ പതുക്കെ ഇതിലേക്ക് ഈ പാചകരംഗത്തേക്ക് കടക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇത് ബിസിനസ് നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ കടയിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചു സ്വന്തം കടയാണോ, സ്വന്തം കടയിൽ ഈ വേറൊരാളുടെ കടയിൽ ഞാൻ വെറുതെ ശമ്പളത്തിന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെന്ന്. പൂജ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പതുക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ കുറിച്ചുതാനത്തിൻ്റെ ഒരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രം, ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെ വല്ലപ്പോഴും ഒരിക്കലും നാമജപത്തിൻ്റെ അടുത്ത് ഒരു 50ഓളം ആൾക്കാർക്ക് അവിടുത്തെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ ഈ പാചക ജീവിതത്തിൻ്റെ തുടക്കം. ഇതിനു മുന്നേ വീട്ടിലെ പാചകം ഇല്ല ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ ചെറിയ ഒരു എന്താണ് പറയുക, 100 പേർക്ക് ഇപ്പോഴത്തെ രീതിയെ സംബന്ധിച്ചിടത്തോളം 100 പേരുടെ ഒരു യൂണിറ്റാണ് നമ്മുടെ കാലം. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ എത്ര വേണം ചെയ്യാം. പക്ഷെ 100-ൽ താഴെ ചെയ്യാൻ പറഞ്ഞാൽ അത് അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. 10,000 പേർക്ക് സദ്യ ഒരുക്കുന്ന 10,000 പേര് അല്ല, ആൾ കൂടും തോറും നമുക്ക് ഹരമാണ്. ആൾ കുറയും തോറും നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഇല്ല ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ശരിക്കും ആ അമ്പലത്തിൽ പൂജാരി എന്നെ വിളിച്ചതാണ്. ഒരു 50 പേർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് ചോദിച്ചു. വെറുതെ ഇരിക്കുകയാണെങ്കിൽ സഹായിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഒരു 5 വർഷക്കാലത്തോളം എടുത്തു ബാലപാഠങ്ങൾ പോലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 100 പേർക്ക് വെച്ച് 200 പേർക്ക് വെച്ച് അങ്ങനെ ആയി
പിന്നെ പൊതുവെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2002 എനിക്ക് ഓർമ്മ. തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് ഒരു ലേഖത്തമ്പുരായിട്ട് ഒരു പടിയേറ്റ ചടങ്ങ് നടത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്ന് 2001-2002. അപ്പോൾ അന്ന് അതിന് പാചകത്തിന് വേണ്ടിയിട്ട് അവർക്കല്ല, ഈ ചടങ്ങിനല്ല, ഈ റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 10-30-40 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ച് വരുത്തി ഞാനത് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു അന്നത്തെ കാലത്തെ മീഡിയയിൽ ടി വി ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിരുന്നില്ലാത്തതുകൊണ്ട് പേപ്പറുകളിലൊക്കെ കുറേ ന്യൂസൊക്കെ വന്നു. അങ്ങനെയാണ് ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യം കിട്ടിയൊരു ഹൈപ്പ് അത് തന്നെയായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളി പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ബീഫ് കഴിക്കുന്നു എന്നുള്ളത്. ഈ ബീഫ് രാഷ്ട്രീയമാണ് കേരളത്തിലെ മെയിൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ബീഫ് കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, ബീഫ് കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ. അത് ബീഫ് നമ്മൾ ഈ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ബീഫായാലും ഏത് നോൺ വെജ് ആയി കഴിഞ്ഞാലും പിന്നെ അതിനെ കശാപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ചോദ്യം കൂടി ഉണ്ടല്ലോ. കുറേ കാലം കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചത്തുപോകുന്ന സാധനം വെറുതെ അത് കിടന്ന് അരകിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കല്ലേ എത്തിച്ചേരുക. ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നില്ല. പിന്നെ അതാത് സ്ഥലത്ത് ഞാൻ പറയില്ല, ഈ പൊളിറ്റിക്സിൻ്റെ അകത്ത് ആൾക്കാർ ഇതിനൊക്കെ ഓരോ ബിംബങ്ങളായിട്ട് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അത് വെച്ച് മുതലെടുക്കാവുന്ന ചില രീതികളൊക്കെ കൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് ഇതിനോട് എതിർപ്പ് ഞാൻ പറയില്ല. കഴിക്കുന്ന എന്ത് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മളെ എതിർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിക്കുന്നുള്ള കഴിക്കുന്ന ആളുടെ ഒരു അവകാശം. പക്ഷേ ആ കഴിക്കുന്ന ആളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ ഇത് പറഞ്ഞാണ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് ഇപ്പോൾ കാളക്കുട്ടി അറുത്തു വന്നത്. അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ റിജിൽ മാക്കുറ്റി അതൊന്നും ശരിയല്ല എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും ശരിയാവുന്ന കാരണം അതൊക്കെ വേറെ കുറേ ആൾക്കാർ വൂണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തിന് കഴിക്കുന്നതിനെ വാങ്ങി കഴിച്ചുകൂടെ? ഇത് എന്തിനാ ഇങ്ങനെ കൂടി ചെയ്യണത്? അത്ര പ്രതികാരങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു നല്ല വ്യൂ ആണ്. കഴിക്കുന്നവർക്ക് കഴിക്കില്ല, എന്താ കഴിക്കേണ്ടത്? പക്ഷെ മറ്റൊരാൾക്ക് വൂണ്ട് ചെയ്യാൻ പാടില്ല. എന്തിനാണ് അതാണ് നമുക്കൊരു ഈ ബഹുസ്വരത എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഈ എല്ലാവർക്കും എല്ലാവർക്കും അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട. പക്ഷേ അത് മറ്റൊരാളുടെ പ്രൈവസിയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഈ ബഹുസ്വരത നിൽക്കുന്ന ആൾക്കാർക്കുണ്ടെന്നുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ബഹുസ്വരതയുടെ പേരിൽ എന്തും കയറി കാണിക്കാതെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് അല്ലേ, എല്ലാം ആൾക്കൂട്ടങ്ങളല്ലല്ലോ. ഇപ്പോൾ ഇൻഡിവിജ്വലിന് അവൻ്റേതായ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോസിബിലിറ്റീസ് ഉണ്ടാവണം. അത് മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഈ സ്കൂൾ യുവജനോത്സവങ്ങളിലേക്ക് വന്നു തുടങ്ങിയത് 2000 കോട്ടയം റവന്യൂ ജില്ല അന്ന് പിന്നീട് LDF കൺവീനറായ വൈക്കം വിശ്വനാഥ് കോട്ടയം ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം അതിന് മുൻപ് 99 ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു, ഇങ്ങനെ കോട്ടയത്ത് ഒരു റവന്യൂ ജില്ലാ കലോത്സവത്തിന് എന്നെ അവസരം തരാമോ എന്ന് വെച്ചു. ശരി, അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, 10,000-2000 കുട്ടികൾക്ക് ഞാൻ ചെയ്തു നോക്കാം, അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. അന്ന് ജില്ലാ സെക്രട്ടറിയാണ്, വന്ന് KST ആയിരുന്നു ഭക്ഷണത്തിൻ്റെ ചുമതല. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു അവർ വേറെ ഒരാളെ ബുക്ക് ചെയ്യാൻ വേണ്ടി. അന്ന് എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്ന ശ്രീ മലമാൽ നീലകണ്ഠൻ നമ്പൂരി ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിനെ അവർ ഏൽപ്പിക്കാൻ പോലും തയ്യാറായിരിക്കുന്ന സമയത്താണ് വിശ്വചേട്ടൻ വിളിച്ച് പറയണം. പിന്നെ അവരിട്ടൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇതുവരെ തുടർച്ചയായിട്ട് ഏകദേശം 25 വർഷമാവുന്നു. ഈ വർഷം കൊണ്ട് ഈ ഓവർ ദ പീരീഡ് എന്തൊക്കെ മാറ്റങ്ങൾ ഈ സ്കൂൾ യുവജനോത്സവങ്ങളിലെ സദ്യകളിലും ഇതിലൊക്കെ വന്നിട്ടുള്ളത്? സ്കൂൾ യുവജനോത്സവങ്ങളിൽ ആദ്യകാലങ്ങളിലെല്ലാം ഒന്ന് ഒരു മാസ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കളക്ഷൻ വരാറുണ്ട്, പതിവുണ്ട്. പിന്നെ ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലത്തെ ആൾക്കാർ വളരെ സഹായിച്ച് സാധനങ്ങൾ അടുപ്പിച്ച് കൊടുത്തൊക്കെ അതൊരു വലിയൊരു ഈവൻറ്റ്, വെറുമൊരു ഈവൻറ്റിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്ത് ഇവരുടെ ഒരു കൂട്ടായ്മ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് പാടെ മാറിയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്ന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സാമാന്യം പോലെ ഒരു ഊണ് എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി വൈവിധ്യം ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ദിവസവും പായസം വേണം. പിന്നെ 2009 ഈ സ്കൂൾ കലോത്സവം ഈ രീതിയിലേക്ക് വന്നത്. അന്ന് മുഹമ്മദ് ഹനീഫ് സാർ DPI ആയിരിക്കുന്ന സമയത്താണ്. തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ സ്കൂൾ കലോത്സവം എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നു. അതിനുമ്പോൾ ഹയർ സെക്കൻഡറിക്ക് സെപ്പറേറ്റ് ആയിരുന്നു, +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെപ്പറേറ്റ് ആയിരുന്നു, ഹൈസ്കൂൾ സെപ്പറേറ്റ് ആയിരുന്നു, TTC സെപ്പറേറ്റ് ആയിരുന്നു. എല്ലാം സെപ്പറേറ്റ് കലോത്സവങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുകൂടെ കീഴിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ആൾക്കാരെ അതിൽ വന്നു തുടങ്ങി. അന്നാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് 2 അടുക്കള ഉണ്ടായത്. ഒന്ന് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലും ഒന്ന് അട്ടക്കുളങ്ങരയും. അതിനുശേഷം പിന്നീട് നെക്സ്റ്റ് ഇയർ ഒന്ന് കോഴിക്കോടായിരുന്നു. കോഴിക്കോടും 2 അടുക്കള ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരടുക്കളയിലേക്ക് ഇത് എത്തിച്ചു. ഒരടുക്കളയിലേക്ക് വന്നപ്പോഴാണ്
ജോലി കൂടുതലാണ്. അന്നേരം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടി, ഐറ്റത്തിൻ്റെ എണ്ണം കൂടി, സ്റ്റേജുകളുടെ എണ്ണം കൂടി. ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അന്നൊക്കെ 8 ദിവസം 9 ദിവസം വരെ നടത്തിക്കൊണ്ടിരുന്ന കലോത്സവങ്ങൾ ഇപ്പോൾ 5 ദിവസത്തിലേക്ക് ചുരുക്കി. 5 ദിവസത്തിലേക്ക് ചുരുക്കിയപ്പോൾ ഒരൈറ്റം കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തേക്കാൾ 20% ഐറ്റംസ് കൂട്ടിയിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ എന്ത് സ്റ്റേജുകളുടെ എണ്ണം കൂട്ടി. ഇപ്പോൾ 34 സ്റ്റേജ് 38 സ്റ്റേജൊക്കെയാണ് ഒരു ദിവസം പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര സ്ഥലത്തെ കുട്ടികൾ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് കലോത്സവങ്ങൾക്ക് ഇത്രമാത്രം ഗ്ലാമറും ഇത്രമാത്രം ആൾക്കാരും പങ്കെടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് നടത്തുന്ന യുവജനോത്സവത്തിന് ഉണ്ടാക്കുന്ന അതേ ഐറ്റംസ് തന്നെയായിരിക്കും ഇപ്പൊ കോഴിക്കോട്? ഞാൻ ചോദിക്കാൻ കാരണം ഓരോ സ്ഥലത്തും അതാതായ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതാത് സ്ഥലത്തേക്ക് പ്രാദേശികമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഐറ്റം കൊടുക്കുന്നു എന്നുള്ളതല്ലാണ്ട് ജനറലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൊതുവെ തിരുവിതാംകൂറിൻ്റെ ഒരു രീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ തൃശ്ശൂർ ആകുമ്പോൾ തൃശ്ശൂർ ഏതെങ്കിലും ഐറ്റം കൊടുക്കും, എന്തെങ്കിൽ പഴം കൊണ്ടുള്ള പഴപ്രഥമം മെനു ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടോ? ഇല്ല ഉണ്ടായിരുന്നു. അതിപ്പോൾ നേരത്തെ അത് നമ്മൾ 2003 വിവാദത്തിന് ശേഷം അത് അവസാനിപ്പിച്ചു. സർക്കാർ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ ടെൻഡർ കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻഡറിനെ ആക്കി കഴിയുമ്പോൾ അവർ മെനു അടിച്ചിട്ടാണ് തരുന്നത്. ആ മെനു ഫോളോ ചെയ്യുന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു കുറച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുക, ഇത്തരം കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ വേണം അത് വേണം ഏതെങ്കിലും ഐറ്റം മാറ്റുന്നതിന് ആരും ഒന്നും പറയാറൊന്നുമില്ല. പൊതുവെ പക്ഷേ നമ്മളിതിനെ തന്നെ സപ്പോർട്ട് ചെയ്തങ്ങ് പോകുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാറ് പതിവ്. കൂടുതൽ വിഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്, കൂടുതൽ സ്പെഷ്യൽ കൊടുക്കുക എന്നുള്ളത്? വിഭവങ്ങൾ കൊടുക്കുമ്പോൾ വിഭവങ്ങൾ ഒരു 12 ഐറ്റത്തിലേക്ക് ഒതുക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് പായസങ്ങളിലാണ് കൂടുതൽ ഇംപ്രവൈസേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവ മാക്സിമം നമ്മൾ പുതിയ സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാം കൊടുക്കും. ചേനയ്ക്കൊക്കെ ഒരു പ്രശ്നം, അതൊക്കെ റോ മെറ്റീരിയലാണ്. അപ്പോൾ റോ മെറ്റീരിയലിന് ലൈഫ് അതിൻ്റെ അകത്ത് പെട്ടെന്ന് വാട്ടർ പാർട്ടിക്കിൾസ് പുറത്തു വരും. അതുകൊണ്ട് കേടാനുള്ള സാധ്യത കുറവാണ്. 3 മണിക്കൂറിന് ശേഷം നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ചേനപ്പായസം വയ്ക്കുന്ന ദിവസം നമ്മൾ ഇവരുടെ ടൈം നോക്കാം. 12 മണിക്കാണ് സർവീസെങ്കിൽ 1, 2, 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 1, 2, 3 മണി വരെയൊക്കെ ഇത് കൊടുക്കാൻ പറ്റും. 3 മണിക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേറെ പായസം ഉണ്ടാക്കി വയ്ക്കും. കാരണം അതിൻ്റെ ഇൻഫെക്ഷൻ വരും, വാട്ടർ ജനറേറ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഏത് റോ മെറ്റീരിയൽ ആയാലും, ചേനയായാലും പറ്റും, മത്തങ്ങ തുടങ്ങിയ സാധനങ്ങളില്ല, അതൊക്കെ അതിനൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, പെട്ടെന്ന് കേടാവുക. അല്ല, എനിക്കിപ്പോൾ 100 ടൈറ്റിലാണ് എൻ്റെ കയ്യിലുള്ള പായസങ്ങൾ. പുല്ല് പായസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കാര്യം ചെരവ് പൈപ്പ് എന്ന് പറയും. ഈ മഴക്കാലത്ത് മാത്രം വീടിൻ്റെ തൊടികളുടെ സൈഡിൽ വളർന്നു വരുന്നൊരു പുല്ലാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ചീരത്തോരൻ നിങ്ങൾ വെച്ചോളൂ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മുരിങ്ങയുടെ ഇല കൊണ്ട് നിങ്ങൾ തോരൻ വെച്ചാലും ആ സാധനത്തിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വറുത്തിട്ടിട്ട് വാടി വരുമ്പോൾ നാളെ ആടി ചെയ്യുമ്പോൾ തന്നെ അത് ശരിക്കും തോരനായി കഴിയും. പക്ഷേ ഈ പുല്ല് നമുക്ക് എത്ര വേണേലും ബോയിൽ ചെയ്യാം, ഇത് വേവില്ല. അതിൻ്റെ സ്പെഷ്യാലിറ്റി അത്. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റായിട്ട് ഓരോരോ പീസായിട്ട് മാറി നിൽക്കുന്ന കാരണം ആ സാധനം ഒരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും. അതായത് ഇതിൽ അലിഞ്ഞു പോയാലല്ലേ കാണാതിരിക്കുള്ളൂ. ഇത് പുല്ലായിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും, നമുക്കിത് ശരിക്കും ടേസ്റ്റ് അറിയാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ പുല്ല് മാത്രം, വേറൊരു പുല്ലിനും പറ്റില്ല. ഈ ചെരവ് പൈപ്പ് എന്ന് തന്നെ പറയാം ആ സാധനം. ചെരവ് പുല്ലെന്നാണ് പറയാം. അത് മഴക്കാലത്ത് തൊടിയിൽ ഈ മതിൽ ഇതുണ്ടാകും, കയ്യാലകളുണ്ടാവില്ല, കയ്യാലയിൽ മാത്രം വളരുന്നൊരു സാധനം, പച്ച നിറമാണ്. ദഹിക്കുക സാധനം. ഐ മീൻ വേവിയലെന്നല്ല പറയണത്, അതിങ്ങനെ ഉടഞ്ഞാൽ കലങ്ങിപ്പോവില്ല. അത് വെച്ചിട്ട് പായസം മാത്രമാണ് ഉണ്ടാക്കുക, അത് മറ്റു കറികളൊക്കെ അല്ലാതെ എന്തുണ്ടാകാം, എല്ലാം നോക്കിയിട്ടുണ്ട്. അത് വെച്ച് തീയലുണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ ചില സാധനത്തിന് ഗാർണിങ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ അവസാനം വറുത്തിടില്ല. ഈ ഗാർണിഷിങ്ങിൻ്റെ ടൈമിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുത്ത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ എനിക്കൊക്കെ വരുന്നതാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞു 2000 പേർക്ക് അല്ലെ 1,00,000 പേർക്ക് ഒരു അളവ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 100 പേരുടെ ഒരു യൂണിറ്റാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന് പറയണം. അത് നമ്മൾ ഓരോ 10,000-നും 0.5% ഡിപ്രീസിയേഷൻ എടുത്താൽ മതി. അങ്ങനെ 1,00,000 എടുക്കുമ്പോൾ 1,00,000 പേർക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 5% ടോട്ടൽ മാറിക്കഴിയും. കുറച്ചെടുക്കാമെങ്കിൽ സാധനം നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു ജനറൽ കണക്ക് പറയാം, ഇപ്പോൾ കാണുന്നവർക്ക് താല്പര്യം. ഇപ്പോൾ താങ്കൾ 1000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എത്ര, ഇപ്പോൾ ഊണാണെന്ന് കരുതുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മലയാളി സദ്യയാണ്, അപ്പോൾ എത്ര അരിയായിരിക്കും ഉപയോഗിക്കുന്നത്? സാധാരണ 12.5 കിലോ അരി, അല്ല 125 കിലോ അരി 1000 പേർക്ക്. 12 കിലോ അരി വയ്ക്കാമെങ്കിൽ 100 പേർക്ക് എത്തും. ഇപ്പം പക്ഷേ നമ്മൾ അത്രയും വയ്ക്കുന്നില്ല, കാരണം ഇപ്പോൾ ആൾക്കാർ ഊണ് കുറവാണ്.
മറ്റ് ചോറ് കഴിക്കൽ കുറവാക്കിക്കൊണ്ട് മറ്റ് കറികൾ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ 12 മാറ്റിയിട്ട് ഇപ്പോൾ 95 എത്തി. 100 വരെ പോലും വയ്ക്കണ്ട. 100 പേർക്ക് വയ്ക്കണമെന്നില്ല. 90 കിലോയ്ക്ക് മുകളിൽ 90-നും 100-നും ഇടയ്ക്കൊരു നമ്പർ എടുത്ത് കൗണ്ട് എടുത്താൽ. പക്ഷേ ചില അരി അത് സബ്ജക്റ്റ് എന്താ പറയുക, കിട്ടുന്ന അരിയുടെ കണക്കാക്കി കിട്ടിക്കും. ഇപ്പോൾ ഈ നാടൻ അരികളാണ് വരുന്നുണ്ട്. നാടൻ അരികൾ കേരളത്തിൽ കിട്ടുന്ന അരികൾ വയ്ക്കാമെങ്കിൽ നമ്മൾ 100 കിലോയും വയ്ക്കേണ്ടി വരും. അതേസമയത്ത് ആന്ധ്രയിൽ നിന്ന് വരുന്ന അരികളുണ്ട്, ഒരുപാട് സൈസ് കമ്പനികളുടെ സാധനങ്ങളുണ്ട്. അതൊക്കെ കുറച്ചുകൂടി അളവ് കൂടുതൽ കിട്ടുന്നു. അതാണ് 90 വയ്ക്കുന്നത്. 3 മണിക്കൂർ എടുക്കും ഒരു ചെമ്പ് ചോറ് വാങ്ങി എന്ത് പറയാം. അതേസമയത്ത് ഈ സാധനം 2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചോറായി കഴിയും. ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ സദ്യയിൽ ആൾക്കാർ അധികം ഊണ് കഴിക്കുക, ചോറ് കഴിക്കാതിരിക്കാനായിട്ട് അടയ്ക്ക അകത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയല്ല. കാരണം അത് സാധാരണഗതിക്ക് അത് ഹോട്ടലുകാരെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് ചോറ് പെട്ടെന്ന് നമുക്ക് നിറയുന്ന പോലെ തോന്നും. സത്യത്തിൽ നിറയുന്നില്ല, പക്ഷെ നമുക്ക് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭക്ഷണമല്ല കൊടുക്കുന്നത്. നമ്മൾ അതൊരു ഡിവൈൻ കൺസെപ്റ്റ് അല്ല. എത്രമാത്രം പ്രാർത്ഥനയോടെ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനിതിൻ്റെ ഒത്തിരി ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും ഉണ്ടാക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ നമുക്കിതിനോട് വല്ലാത്തൊരു ആരാധനയാണ് വരിക ഭക്ഷണത്തിനോട്. അങ്ങനെ കാണുമ്പോൾ വെറുതെ ഒരു പാചകത്തിനേക്കപ്പുറം നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ എന്തുമാത്രം ഡിവൈനാണ് ആ സാധനം മനസ്സിലാക്കുന്നൊരു സംഭവം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഓരോ സാധനവും നമ്മൾ പരമാവധി നിഷ്കർഷയോടുകൂടി മാത്രം ചെയ്യും. ഈവൻ രാവിലെ എത്ര തിരക്കുള്ള ദിവസമായാലും കുളിക്കാതെ രാവിലെ അരി നമ്മൾ വയ്ക്കാൻ പോലും അറിഞ്ഞില്ല, അതങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതുപോലെ ഒരു സാധനം കയ്യിലെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ കഴിച്ച സാധനം കയ്യിലെടുത്തിട്ട് ടേസ്റ്റ് ഒക്കെ ഇപ്പോൾ തന്നെ പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സാധനം അന്നേരം കയ്യിൽ വെച്ച് നോക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ല ശരിക്കും. നമ്മൾ കാരണം ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അതെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പിന്നെ ആ കൈ കൊണ്ട് തന്നെ കൈ കഴുകുക വരും ചെയ്യേണ്ട. അപ്പോൾ അത് തന്നെ ശരിക്കും ഒരു എച്ചിലും അല്ലെങ്കിൽ സെക്കൻഡറി ആയിക്കഴിഞ്ഞാൽ സാധനം അതിൻ്റെ പ്രൈമറി സാധനം അല്ലത്. നമ്മളൊരു സാധനം കയ്യിലെടുത്തിട്ട് നക്കി നോക്കിയിട്ട് ആ കൈ കൊണ്ട് ആ സാധനത്തിൽ പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡറി ആയി കഴിയും. പക്ഷെ നമുക്ക് അന്നേരം അതിനോടുള്ള ഒരു ബന്ധം, ആത്മബന്ധം നഷ്ടപ്പെടുക. ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ളതാണോ അതോ കൈ കഴുകാതെ പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കയ്യിൽ തുടങ്ങും. പിന്നെ വീണ്ടും ആ പാത്രത്തിലെടുത്ത് മാറ്റി പിടിച്ചോ അല്ലെങ്കിൽ ഏത് സാധനം കൊണ്ട് ഒഴിച്ചോ ആ സാധനം കയ്യിലെടുക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി കഴിച്ച് നോക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ ആ പാത്രം മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം ഒരു പോർഷൻ അങ്ങ് മാറി എന്നുള്ളൂ ആ സാധനത്തിൽ നിന്ന്, നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനത്തിൽ നിന്ന്. അതൊരിക്കലും സെക്കൻഡറി ആവില്ല. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം പ്രൈമറി മെറ്റീരിയലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ ചില നിഷ്കർഷകളിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. അത് എല്ലാവർക്കും പലരോടും ഞാൻ പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി, അപ്പോൾ ഈ വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ശീലം. എത്രയോ കുട്ടികൾ ആണ് ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ എത്രയോ ആൾക്കാരിരിക്കുന്നത്. ഇത് ഞാൻ പഠിച്ചത് അക്ഷയപാത്ര പ്രഫുജി എന്ന് പറഞ്ഞാണ്. അറിയാം, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അക്ഷയപാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു പ്രസ്ഥാനം. 15 ലക്ഷം ആൾക്കാർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ. ഞാൻ ഇപ്പോൾ വോളണ്ടറി ആയിട്ട് 1.5 മാസം ജോലി ചെയ്തു ബാംഗ്ലൂർ വിട്ടു. പിന്നെ അതിലല്ല, അതിപ്പോഴാണ് ഞാൻ പറയാം. ഇപ്പം ഇന്നത്തെ കാലം മാറിക്കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ഈ കാലത്തിൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ വോളിയം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇതിനോട് എന്തൊക്കെയാണ് പറയാം, വല്ലാത്തൊരു ഡിവൈനായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് ഭക്ഷണത്തിനോടൊരു ബഹുമാനം എല്ലാം നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് ഓട്ടോമാറ്റിക്കലി സ്വാദ് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനത്തിൽ സാധാരണ വെറുതെ കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ ഇത്തരം സങ്കല്പങ്ങളിലൂടെ അത് പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു എന്താ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു എനർജി അതിലുണ്ടാവാറുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ഇതിൽ കൊണ്ടുവരുന്നത്. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാചകം ചെയ്യാറെന്ന് പറഞ്ഞു. പ്രാർത്ഥനയോടുകൂടിയാണ് പാചകം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണോ കഴിക്കുക? ഇല്ല, അങ്ങനെയൊന്നും കഴിക്കാറില്ല. കാരണം ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും കുറച്ചെടുത്ത് കഴിക്കുന്നുള്ളൂ. ആ പ്രാർത്ഥനകളൊക്കെ മനസ്സിലുണ്ടായാൽ മതി. പക്ഷെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായാലും പ്രാർത്ഥനയോട് കൂടി ചെയ്യുള്ളൂ. രാവിലെ ചേർന്ന് ആദ്യം വയ്ക്കുന്ന ഐറ്റം എന്തായാലും അത് എത്രയോ കുട്ടികളിലേക്ക് ചെല്ലേണ്ട ഒരു സാധനം. അവർക്ക് ഒരിക്കലും ഇതുകൊണ്ടൊന്നും വരരുത് എന്നുള്ള പ്രാർത്ഥന ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത് എൻ്റെ തെറ്റുകൾ കൊണ്ട് ഇതിന് കേടുകളൊന്നും സംഭവിക്കരുതല്ല. 3 എൻ്റെ ദൃഷ്ടിക്ക് കൃത്യമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ അവസരം തരുന്നത്. കാരണം കണ്ണ് തെറ്റിയ ഈ പാത്രങ്ങളെല്ലാം കരിഞ്ഞു. ഇപ്പോഴത്തെ കിട്ടുന്ന പാത്രങ്ങൾ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന ഈ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുന്ന തീയിൽ വിറകടുപ്പ് വയ്ക്കുന്ന പോലെ അല്ലല്ലോ. ഇത് കേടായി പോകാതിരിക്കണം എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ കൂടിയാണ് ചെയ്യണേ. പിന്നെ
ഈ വിറകടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർ പറയും വിറകടുപ്പിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാന്ന് പറയാറുണ്ട്. അങ്ങനെ തന്നെയാണോ? അതിന് ഒരു കാരണം പറഞ്ഞത്, വിറകടുപ്പ് വെച്ച് പാചകം ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലിരിക്കണം. അപ്പം അടുപ്പത്തിരിക്കുന്ന പാത്രത്തിന് എല്ലാ സ്ഥലത്തും ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ചൂടായിരിക്കും. ഒരു ഗ്യാസ് സ്റ്റൗവിലിരിക്കുന്ന പാത്രത്തിൽ ബർണർ എവിടെയൊക്കെയാണ് അവിടെ മാത്രമാണ് കൂടുതൽ ഹീറ്റ് വരിക. അപ്പം അവിടെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അത് കാരണം വിറകടുപ്പിലിരിക്കുന്ന സാധനം സ്ലോ കുക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി. അപ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, സ്വാഭാവികമാണത്. നമ്മൾ ആദ്യം പറഞ്ഞോളൂ. അല്ല, പിന്നെ അതിൻ്റെ അകത്ത് പുക കയറാതെ നോക്കണമെന്ന് മാത്രമേ, വിറകടുപ്പ് വയ്ക്കുമ്പോൾ പുക കയറാതെ നോക്കണമെന്ന് മാത്രമേ. ഇല്ല, ഈ വിറകാണെങ്കിലും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? വിറക് എവിടെയാണ് വരുന്നത് ആ ഭാഗത്ത് കൂടുതൽ? ഇല്ല, അങ്ങനെ ഒരു വിറകടുപ്പ് നമ്മൾ കത്തിക്കുമ്പോൾ അങ്ങനെ വരാറ് പതിവില്ല. നമ്മൾ പൊതുവെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ചൂട് വരിക. മറ്റേ ഷോർട്ട് ബർണേഴ്സാണ്, അതിങ്ങനെ ഭയങ്കര പവറായിട്ട് കത്തി ഇങ്ങനെ വന്നുകൊണ്ട് തെറിച്ച് തീ വരുന്നുണ്ടിരിക്കും. അപ്പോൾ അതോടെ ആ ഭാഗത്ത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കരിയാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ആദ്യം ഈ ഭക്ഷണത്തിന്റെ വൈവിധ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം വടക്കുള്ള സാമ്പാറല്ല തെക്കുള്ള സാമ്പാർ. അതുപോലെ പായസങ്ങൾക്കാണെങ്കിലും പ്രിഫറൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഇപ്പോൾ അത് അടപ്രഥമനൊക്കെ കൂടുതൽ ഇഷ്ടം, അങ്ങോട്ട് പരിപ്പായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്യുക? ലൈക്ക് ഇപ്പോൾ കണ്ണൂരാണ് യുവജനോത്സവം എങ്കിൽ അവിടുത്തെ സാമ്പാറാണോ വെക്കുക? കണ്ണൂർ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പരമാവധി വറുത്തരച്ച് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിന് നമുക്ക് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ പൗഡർ നമ്മളതിനെ പൊടിച്ച് റെഡിയാക്കി കൊണ്ടുപോയി പിന്നെ നാളികേരം മാത്രം വറുത്ത് മിക്സ് ചെയ്ത് അരയ്ക്കാം, കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് ശരിക്കും സാമ്പാർ സബ്ജിയാണ്. സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് ഒരുപാട് കഷ്ണങ്ങൾ കൂട്ടിയിട്ടിട്ട് അതൊരു സബ്ജി പോലെയാണ് വരിക. അത് ശരി, സാമ്പാർ കേരളീയ വിഭവമല്ലല്ലോ, അത് ശരിക്കും തമിഴ്നാടിൻ്റെ സാധനമാണല്ലോ. ആ ഒരു കാര്യം കൂടെ, ഇത് കേരളീയ വിഭവം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം കേരളത്തിൽ ഒരു അല്ലെങ്കിൽ തന്നെ ഒരു കോമ്പോസിറ്റ് കുലിനറി കൾച്ചറാണ്. പുട്ട് തന്നെ പോർച്ചുഗീസ്, അപ്പം പുട്ട് പോർച്ചുഗീസാണ്. അത് അവർ കോഴിക്കോട് വാസ്കോഡ ഗാമ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അത് മുളകുറ്റിയിൽ വേവിച്ച് അരി അതിൻ്റെ അകത്ത്, അങ്ങനെയാണ് അതിൻ്റെ പുട്ടെന്നുള്ള പേര് തന്നെ വന്നത്. അരിപ്പൊടി പുട്ടി ചെയ്തിട്ടാണ് അങ്ങനെയാണ് ശരിക്കും ഈ പുട്ടെന്നുള്ള സംഭവം വന്നത്. അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒറിജിനൽ അങ്ങനെ ഫുഡ് ഹാബിറ്റ് പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ അത് കേരളപ്പിറവിക്ക് മുമ്പുള്ള കേരളത്തിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ടോ? കാരണം വടക്കൻ മലബാർ, ഉത്തര മലബാറും കേരളം മറ്റേ ഇപ്പോഴത്തെ നാട്ടുരാജ്യങ്ങളായിട്ട് ഒത്തുചേരുന്നതിന് മുമ്പ് ആ ഭാഗം കുറേ നാൾ വിട്ടു നിന്നിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതും കൂടി ചേർന്നതിന് ശേഷമാണ് നമ്മളിതിന് കേരളം എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്കിന്ന് അവിടുത്തെ ഒരു എസ്പെഷ്യലി കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള കേരളത്തിലെ ആൾക്കാർക്ക് അവർക്ക് നോൺ വെജ് ഇല്ലാത്തൊരു വിഭവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അന്നത്തെ അവരുടെ കാലഘട്ടം പണ്ട് മുതൽ ശീലിച്ച രീതികൾ. അതുകൊണ്ടാണല്ലോ അവിടെ ഓണക്കാലത്ത് നോൺ നിർബന്ധമാക്കിയിരിക്കുന്നത്. നോൺ ഇല്ലാണ്ട് പറ്റില്ല. എസ്പെഷ്യലി മീനാണ് പ്രധാനമായിട്ടും കൂട്ടിക്കൊള്ളുക. ഫിഷ് അവരുടെ ഇതിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. മധ്യകാലത്തിലേക്ക് അല്ല, തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡും ഈ മധ്യകേരളത്തിലെ ഫുഡും തെക്കൻ കേരളത്തിലെ ഫുഡായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്ന് കാറ്റഗറിയായിട്ട് തന്നെ പറയേണ്ടി വരും. ചെറിയ തിരുവനന്തപുരത്തെ സദ്യ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കഴിക്കുന്ന രീതിയാണ് ഒതന്റിക് ആയിട്ടുള്ളത് എന്നൊരു വാദമുണ്ട്. അതെല്ലാവരും അവനവൻ്റെ ഭക്ഷണമാണ് ഒതന്റിക് എന്ന് വാദം പറയും. തിരുവനന്തപുരത്തെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഐറ്റംസ് കൂടുതലായിരിക്കും. ഒരു അളവിൽ ഇങ്ങനെ ഇലയിൽ 3 ലെയറായിട്ട് കുറേ കളറുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധം. ടേസ്റ്റിനെക്കുറിച്ച് ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോതേഡ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി. കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടാലല്ല ഇഷ്ടപ്പെട്ടു. വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വരുന്നില്ല. അവിടെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളതിനൊരു നല്ല നിഷ്കർഷം കൊടുക്കും. കൂട്ടുകറി ആയാലും പ്രഥമനായാലും പഴപ്രഥമനായാലും പരിപ്പായാലും. പിന്നെ ഓലൻ മാത്രം നമുക്ക് സഹിക്കില്ല. അത് പണ്ട് കുമ്പളങ്ങ മാത്രം വേവിച്ചിട്ടിട്ട് ഇങ്ങനെ വെള്ളം പോലൊരു സാധനം നമ്മൾ അത് കുറച്ചുകൂടി നല്ലത് നമ്മുടെ കേരളത്തിൽ മധ്യ കേരളത്തിൽ തന്നെയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു സാധനം തന്നെ. സദ്യ എന്ന് പറയുമ്പോൾ പൊതുവെ തിരുവനന്തപുരം സദ്യ തന്നെയല്ലേ നല്ലത്? അങ്ങനെ അവകാശപ്പെടാം, പക്ഷെ അത് ശരിയാന്ന് പറയാൻ പറ്റില്ല. വിളമ്പിന് തിരുവനന്തപുരത്ത് നല്ല പ്രാധാന്യം. തിരുവനന്തപുരത്ത് പായസം വിളമ്പുന്നതിന് മുമ്പ് പുളിശ്ശേരി വിളമ്പിയാൽ പിന്നെ ആൾക്കാർ എണീറ്റ് പോകും. വടക്കൻ മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ അങ്ങനെ സംഭവം വരുന്നില്ല. വടക്കൻ കേരളത്തിൽ കുറുക്കുകളിലാണ് ഇലയുടെ അരിയിലെ വിളമ്പിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് എടുത്ത് കൂട്ടി ഇങ്ങനെ ചമ്മന്തിക്കാളിനല്ല എടുത്ത് കൂട്ടി കഴിച്ചിട്ട് പോകുന്നുള്ളൂ. സാമ്പാറിനാണല്ലോ പ്രാധാന്യം കൂടുതലുള്ളത് വടക്കൻ കേരളത്തിൽ. പറഞ്ഞേക്കാറുണ്ട് ഈ കഴിക്കുന്നതിനൊരു ശാസ്ത്രീയതയുണ്ട്. അതായത് ഇന്ന സാധനം കഴിഞ്ഞിട്ട് ഇന്നത് കഴിക്കണം. അപ്പോൾ ഈ തിരുവനന്തപുരത്തുകാരുടെ ഒരു ആർഗ്യുമെന്റ് തന്നെ അതാണ്.
കാരണം ഇത് കഴിഞ്ഞിട്ട് മറ്റേത് കഴിച്ചാൽ ഡൈജഷൻ ഏൽപ്പിക്കുള്ളൂ. ഏത് സമയത്തും കഴിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അറിയാം, ശരിക്കും ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്ന ഷഡ്രസങ്ങൾ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. 6 രസങ്ങളാണ് അതിൻ്റെ അത് പ്രധാനമായിട്ടുള്ള. എരിവ്, പുളി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ്, മധുരം, ഇങ്ങനെ 6 രസങ്ങളാണ് അവിടെ. ഈ 6 രസങ്ങളും നമ്മൾ ഈ വയ്ക്കുന്ന വിഭവങ്ങളിൽ ഇപ്പോൾ ഈ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ കൂടി 10 ഐറ്റങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അകത്തും ഈ 6 വിഭവങ്ങളുണ്ടാവും. തിരുവനന്തപുരത്ത് 36 ഐറ്റം വെച്ചാലും ഈ 6 രസങ്ങൾ അതിൻ്റെ പല വേർഷൻസും ഉണ്ടാകുന്നു. അല്ലാണ്ട് ശരിക്കും ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ അത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ 6 രസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് എല്ലാം കൂടി അത് കഴിച്ചാൽ മാത്രമേ ഡൈജഷൻ ശരിയാവുന്നുള്ളത് ശരിയല്ല. പിന്നെ ചില കാര്യങ്ങൾ പറയാം, ചില കാര്യങ്ങൾ സത്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ പരിപ്പ് കടിക്കുന്നത് പരിപ്പ് നെയ്യെന്നാണ് പറയുക. പരിപ്പ് നെയ്യും പരിപ്പിൻ്റെ അകത്ത് ഗ്യാസ് ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി നല്ലോണമുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന നെയ്യാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തൊരു പരിപ്പ് മേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. പരിപ്പ് വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ പുളിയിഞ്ചി, ഇവിടുത്തെ പുളിയിഞ്ചിക്കകത്ത് ശർക്കര കുറവാണ്, പുളി കൂടുതലാണ്. ശരിക്കും പുളിയിഞ്ചിക്കകത്ത് പുളിയിഞ്ചിയുടെ എന്താണ് 2 ഇതാണ് ധർമ്മമാണ് കൊടുക്കുന്നത്. ഒന്ന് നമുക്ക് ഡൈജസ്റ്റീവ് ഫാക്ടർ, 2 നമ്മുടെ നാവിൻ്റെ രസമുകളങ്ങളെ ശരിക്കും ഉത്തേജിപ്പിക്കാമെന്നല്ല. അതിന് ശർക്കര നെസസറിയാണ്. കാരണം ശർക്കര അയൺ ഫാക്ടർ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കത് ഈ സ്വാദ് കൂടുതൽ ടേസ്റ്റ്. പുളിയിഞ്ചി നാവിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ. ശർക്കര ഇല്ലാത്ത പുളിയിഞ്ചി നാവിൽ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം ആ ഒരു കാര്യം തിരുവനന്തപുരത്തിൻ്റെ ഫ്ലോപ്പാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നെയ്യ് പരിപ്പിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം കറക്റ്റാണ്. തിരുവനന്തപുരം സദ്യയിൽ നമ്മളിവിടെ പുളിശ്ശേരി അല്ല പായസം വിളമ്പിയതിന് ശേഷമാണല്ലോ പുളിശ്ശേരി. അതെന്തുകൊണ്ടായിരിക്കാം? അത് പായസം കഴിക്കുന്നത്, പായസത്തിൻ്റെ ഞാൻ പറയും ഇതിൻ്റെ അകത്ത് ശർക്കര കൂടുതലുള്ള കാരണം, അതിൻ്റെ അകത്ത് അയൺ ഫാക്ടർ കൂടുതലുള്ള കാരണം നമുക്ക് പെട്ടെന്ന് ലേസിനെസ് വരും. എന്ന് വെച്ചാൽ തലയ്ക്കൊരു മന്ദത പോലെ വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനകത്ത് ഈ ഇതിൻ്റെ അകത്ത് പുളിശ്ശേരിക്കകത്ത് ലാക്റ്റിക് ആസിഡും സിട്രിക് ആസിഡുണ്ട്. അതിൻ്റെ അകത്ത് കടുക് വരുന്നുണ്ട്. കടുക് എണ്ണയിൽ വറുത്തിട്ട കടുക് വരുമ്പോഴത്തേക്കും സിട്രിക് ആസിഡ് വരുന്നതാണ്. അപ്പോൾ ഈ മന്ദതയെ ശരിക്കും കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പുളിശ്ശേരി പായസത്തിന് ശേഷം പുളിശ്ശേരി വിളമ്പാടുന്നതാണ്. അതും ശരിയാണ്. തിരുവനന്തപുരത്താണല്ലോ ഈ 4-5 പായസമൊക്കെ ഉള്ളത്. ബാക്കി എല്ലായിടത്തും ഇത്രയും 1-2 ആണ് സാധാരണ. ഇത്രയും പായസം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുമ്പോൾ പുളിശ്ശേരി കൊടുക്കുക. ശരിക്കും ഈ അച്ചാറുകൾ 3 അച്ചാറല്ലേ ട്രഡീഷണലി ഉള്ളത്. നമുക്ക് ഇപ്പോൾ പക്ഷേ 4-5 ഒക്കെ വരാറുണ്ട്. സദ്യയിൽ ഉപ്പിലിട്ടത് പണ്ട് ഞങ്ങൾ അച്ചാറിന് ഉപ്പിലിട്ടതെന്ന് പറയാം. അതൊരൈറ്റേ പതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് മാങ്ങയായി നാരങ്ങ അല്ലല്ല ഉപ്പിലിട്ടതിൻ്റെ അകത്ത് അത് വരുന്നില്ല, പുളിയിഞ്ചി വരുന്നില്ല. മാങ്ങ നാരങ്ങ ആണ് പ്രധാനമായിട്ടും. നാരങ്ങ വെള്ളം വരും, ചുമലം വരും. മാങ്ങ കണ്ണിമാങ്ങ വരും, മറ്റേ ചെത്തുമാങ്ങ വരും. കട്ട് മാങ്കസ് 2 വരും. വെള്ളനാരങ്ങ സദ്യയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പൊതുവെ ഈ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ വെളുത്തുള്ളി ചേരുന്നതാണ് നമുക്ക് അതിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്ര ഇഷ്ടമല്ല അത്. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ഈ ഇപ്പോഴും നടക്കുന്ന കലാമേള മാതിരിയുള്ള ഇവന്റിലെ നോൺ വെജ് വിഭവങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ടീമുണ്ട്. അവർക്ക് സെപ്പറേറ്റ് പാത്രങ്ങളുണ്ട്. അതിന് സെപ്പറേറ്റ് ഓരോരോ കിച്ചണിൽ സെപ്പറേറ്റ് മാനേജർമാരുണ്ട്. ഞാൻ അവരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മതി. രുചിച്ച് നോക്കാറൊന്നുമില്ല, അവർ ചെയ്യേണ്ടതല്ലേ, അവർ ചെയ്തിട്ടില്ല. സ്വയം ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അതൊന്നുമില്ല, തൈരും ഉപ്പും കടുവാങ്ങ മാത്രമേ ഉള്ളൂ. ഒത്തിരി രസം കൊണ്ടുണ്ട് സന്തോഷമായി. വേറൊന്നും മറ്റേനോടൊന്നും ഒരു ഉണ്ടാക്കാം എന്നുള്ളതല്ലാണ്ട് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരു ഭക്ഷണത്തോടും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. അത് ഈ നേരത്തെ നമ്മൾ ഇൻഫോർമലി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കാൻ തോന്നാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഡീഹൈഡ്രേഷൻ പൊതുവെ എല്ലാവർക്കും വരും. ചൂട് കൂടുന്തോറും ഇപ്പോഴത്തെ ഈ ഗ്യാസ് സ്റ്റൗകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രശ്നം വന്നത്. മറ്റ് വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഹീറ്റ് ഞാൻ പറയും ചുറ്റും ഒരുപോലെ സ്പ്രെഡായി വരും. നമ്മുടെ ശരീരം അത്ര ചൂട് പിടിച്ചാലും നമ്മുടെ ശരീരത്തിൽ കുറച്ച് വിയർക്കുന്നുള്ളതിനപ്പുറം മറ്റ് പ്രശ്നങ്ങളില്ല. ഗ്യാസ് സ്റ്റവ് വന്നതോടുകൂടി ഈ ഗ്യാസ് ഫ്ലെയിം പുറത്തേക്ക് പാത്രത്തിൻ്റെ അടിയിൽ തട്ടിയിട്ട് പുറത്തേക്ക് തള്ളുന്ന ഫ്ലെയിം നമ്മുടെ അബ്ഡോമനിലാണ് അടിക്കണത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹെർണിയുടെ ഒക്കെ ഓപ്പറേഷനാണ്. ഈ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു പ്രശ്നം വരും. ഈ അബ്ഡോമിന് നേരിട്ട് ചൂടടിക്കണം, നമുക്ക് ഡയറക്റ്റ് അടിക്കുക. അപ്പോൾ പാത്രം അതിനുള്ളിൽ സാധനം വേവെന്ന് പറയുന്നത് നമ്മുടെ ശരീരം വെന്തുകൊണ്ടിരിക്കുക. വിറകടുക്കുക അങ്ങനെയില്ല. വിറകടുപ്പത്ത് കത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ചൂടാവും. കാരണം മൊത്തത്തിലൊരു ചൂടല്ലേ, ആ ചൂടുള്ള ശരീരത്തിന് അത്ര ഹാംഫുൾ അല്ല. ഇത് ഹാംഫുള്ളാണ്. നമ്മൾ ഈ ഭക്ഷണം കണ്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണത്തോടൊരു വിരക്തി തോന്നാറുണ്ട്. അതുകൊണ്ടല്ല തോന്നാത്തത്. ഈ ചൂടിൻ്റെ അകത്ത് നിൽക്കുന്നതിന് ഡീഹൈഡ്രേഷൻ കൂടും, അതനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വയറ് നിറയും. അങ്ങനെ ഒഴിവാക്കുന്ന ഭക്ഷണം അല്ലാണ്ട് കഴിക്കാൻ മേലഞ്ഞിട്ടല്ല. കഴിക്കണ്ട വിരക്തി കൊണ്ടൊന്നുമല്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്
വീട്ടിലെ വിറകടുപ്പാണോ? അല്ല, വീട്ടിലിപ്പോൾ എല്ലായിടത്തും എല്ലാം ഡൊമസ്റ്റിക് സ്റ്റവ് അല്ല എല്ലായിടത്തും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പൊതുവെ മലയാളികൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്, മലയാളികൾ പ്രത്യേകിച്ചും എല്ലാ സദ്യക്കും. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ പോയൊരു കല്യാണ സദ്യക്ക് ഏതാണ്ട് 68 തൊടുകറികളുണ്ടായിരുന്നു. ഈ 68 ഒരു മനുഷ്യനും എത്ര വിചാരിച്ചാലും കഴിക്കാൻ പറ്റില്ല. ഈ വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കൂടുന്നില്ല, പ്രത്യേകിച്ച് ഉണ്ടുണ്ട് നല്ലോണം വേസ്റ്റ്, സദ്യക്ക് നല്ലോണം വേസ്റ്റ്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ 2000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ 20,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റേജ് കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഒരു ഓഡിറ്റോറിയം നടത്തുന്ന ഒരാൾ വേസ്റ്റ് അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഒരു ഓഡിറ്റോറിയംകാർ ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സാധാരണയ്ക്ക് പോകുമ്പം ഈ ഫാമുകാർക്ക് കൊടുക്കും, പന്നി ഫാമൊക്കെ ഉള്ളവർക്ക് കൊടുത്തിട്ട് പോരുള്ളൂ. വേസ്റ്റ് ഒഴിവാക്കാൻ പറ്റുമോ, അതാണ് ചോദിക്കുന്നത്. വേസ്റ്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 1000 പേർക്ക് ഓർഡർ ചെയ്ത ഒരാൾ ഗതികേടിന് വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമുക്കിപ്പോൾ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് വെച്ചാൽ ആൾ വന്നാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ആൾ എത്ര പേർക്ക് ഓർഡർ ചെയ്യുന്ന അവർക്കുള്ള ഫുഡ് നിർബന്ധമായിട്ടും വച്ചിരിക്കും. ഞാനത് സൂചിച്ചത് കുറച്ചുകൂടെ ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സദ്യക്ക് വിളമ്പുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ശ്രമിക്കാൻ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ആൾക്കാരെ പറയും ഈ ഐറ്റം കുറവാണ്, മറ്റേ പുളിശ്ശേരി കുറവാണ്, എല്ലാവരും ഒരു തവി ഒഴിക്കുന്നതിന് അരത്തവി ഒഴിച്ചു. അത് ശരിയല്ല. ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ശീലങ്ങൾ ശരിയല്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സദ്യകളിൽ സാധാരണഗതിക്ക് ഏതെങ്കിലും പാചകക്കാരൻ വന്നാലും വീട്ടുകാരൻ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും പൊതുവെ. പാചകം ചെയ്തിട്ട് പോവുകയായിരിക്കും. അപ്പോൾ ആ പാചകക്കാരന് മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അയാൾ സാധനം തന്നു, ഞാൻ വെച്ചു കൊടുത്തു. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമല്ല. നമ്മളൊരു ഇലയ്ക്ക് റേറ്റ് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വേസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അവിടെ. ഞാൻ പിന്നെ അടുത്തടുത്ത് ചോദിക്കും, നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 1000 പേരാണ്, 1000 പേര് വരുമോ? അല്ലെങ്കിൽ 800 പേരേ ഉള്ളോ? 800 പേരാണെങ്കിൽ നിങ്ങൾക്ക് 10 ചാൻ എക്സ്ട്രാ കൊടുക്കാൻ പറ്റും, ഞാൻ അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തന്നെ ഓർഡർ എടുക്കുന്നത്. പരമാവധി എത്ര വിഭവങ്ങളാണ് ഒരു സദ്യയിൽ താങ്കൾ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? 250 വിഭവങ്ങൾ, 250 ഐറ്റംസ്, പായസങ്ങൾ ഉൾപ്പെടെ സദ്യ. ഒരു സദ്യ. മറ്റേ വള്ളസദ്യക്ക് വള്ളസദ്യക്ക് അത്രയും, വള്ളസദ്യയിൽ 60 വിഭവങ്ങളുള്ളൂ. അത് 60 വിഭവങ്ങൾ വള്ളത്തെ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. 22 പേർക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു 10 ഐറ്റം കിട്ടുള്ളൂ. 10-12 ഐറ്റം കിട്ടുള്ളൂ. ശരിക്കും ട്രഡീഷണലി ഉള്ളൊരു സദ്യക്ക് എത്ര വിഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു നിയതമായ കണക്ക്? മുമ്പ് കേരളത്തിൽ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ രംഗത്തുണ്ടായിരുന്നു 4 കറി എന്ന് നമ്മൾ പറയാറ്. 4 കറികൾ, അതിൻ്റെ അകത്ത് 4 കറി എന്ന് തന്നെ പറയാം. ആ 4 കറിക്കകത്ത് വരുന്ന ഒരു പുളിശ്ശേരി വരും, എരിശ്ശേരി എന്ന് പറയാം. എരിച്ച കറി എന്നാണ് പറയാം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് എരിശ്ശേരി. അത് വരും. പിന്നെ ഒരു ഓലം വരും. പിന്നെ 1000 കറിക്ക് സമം എന്ന് പറയുന്ന ഒരു ഇഞ്ചിത്തേരുണ്ടാവും. ഒരു മെഴുക്കുവരട്ട്, ഒരു ഉപ്പിലിട്ട്, ഒരു പായസം. 7 ഐറ്റം 6 ഐറ്റം ഉള്ളൂ. പക്ഷെ 4 കറി നമ്മൾ പറയാം. അതാണ് ഒരു ഊണിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഉണ്ടായിരുന്നത്. സാമ്പാർ ഉണ്ടായിരുന്നില്ല? ഇല്ല, സാമ്പാറില്ല. സാമ്പാർ ഞാൻ പറയില്ല. ഇഞ്ചി അതാ പറയാം, ഇഞ്ചിത്തേരാണ് ഞാൻ പറയാം. 1000 കറിക്ക് സമാനം. ഇഞ്ചി അല്ല, ഇഞ്ചി കട്ട് ചെയ്തിട്ട് തൈരിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നത്. ഒന്നുമില്ല, വെറുതെ കട്ട് ചെയ്തിട്ടുള്ളൂ. കരിവേപ്പിലയും ഇഞ്ചിയും പച്ചവെള്ളം കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തൈര് മിക്സ് ചെയ്ത് ലേശം ഉപ്പിട്ട് മിക്സ് ചെയ്ത്. പിന്നെ എന്നാണ് ഇപ്പം ഇത്രയും ഒരു വലിയ ഒരു ക്യാൻവാസ് പോലെ വലുതായത്? എന്നാണ് ഇതിൻ്റെ ഈ 6 ഡൈവേഴ്സിഫിക്കേഷൻ നടന്നിരിക്കുന്നത് മുഴുവനും. ഈ പറഞ്ഞ എരിശ്ശേരി എന്നുള്ള സാധനം പെട്ടെന്ന് മാറി അതിൻ്റെ അകത്ത് കൂട്ടുകറി മാറി മസാലക്കറി വന്നു. അപ്പോൾ ഒരായിട്ട് തന്നെ പെട്ടെന്ന് 4 ഐറ്റം മാറിക്കഴിഞ്ഞു. അങ്ങനെ ഓരോന്നും. ഓലിൻ്റെ അകത്ത് തന്നെ ഓലം വന്നു, ഓലിൻ്റെ അകത്ത് സ്റ്റ്യൂ വന്നു, എൻ്റെ അകത്ത് കുമ്പളങ്ങ പച്ചടി വന്നു. അപ്പോൾ അതിന് 3 ഐറ്റം. അപ്പോൾ ഈ 6 ഐറ്റത്തിൻ്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 250 കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംശയമാണ്, നമുക്ക് ഈ കറിയുടെ പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ആ പേരുകൾ ഓർമ്മ ഞാൻ ആ പ്രിൻ്റ് എടുത്ത് കൊടുത്തു. ഞാൻ സോറി, ഞാൻ കൊണ്ടുവരാൻ വരുന്നുണ്ട്, ഞാൻ മറന്നുപോയത്. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഒരു ആഠ്യത്വം കാണിക്കുന്ന മുഴുവൻ ഇപ്പോൾ സദ്യനാണ്. അതായത് ഡ്രസ്സ് എടുക്കുമ്പോഴും ആഭരണം എടുക്കുന്നതിൻ്റെ അതിനേക്കാൾ ജാട ഭക്ഷണത്തിലും വേണമെന്ന് ധാരണയുള്ള ഒരു മലയാളി സമൂഹം നമ്മുടെ ഇടയ്ക്ക് ഉണ്ടെന്നുള്ള സത്യം കേട്ടോ. ഞാനെന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ പൊങ്ങച്ച മുഴുവൻ പൊങ്ങച്ച. പക്ഷേ പാചകക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബിസിനസ് മൈൻഡ് കാണുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാനും കൂടി ബാധ്യതയും കൂടിയാണ്. അല്ല, അപ്പോൾ ഈ പേരുകളുടെ അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പച്ചടി എന്നുള്ളൊരു ഐറ്റം എടുത്ത് ഒരു 20 ഐറ്റം പച്ചടി വയ്ക്കും. കിച്ചടി ഒരു 20 ഐറ്റം കിച്ചടി വയ്ക്കും. അച്ചാറുകളിലേക്ക് എത്തുമ്പോൾ ഒരു 40 ഐറ്റം അച്ചാറുകൾ വയ്ക്കും.
40 ഐറ്റം എടുക്കാം അതിൻ്റെ. അതായത് എല്ലാ സാധനവും കൊണ്ട് അച്ചാറാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ എന്തൊക്കെ കിട്ടും അതെല്ലാം കൊണ്ട് അച്ചാറാണ്. പിന്നെ ഇപ്പോൾ അച്ചാറുകൾക്ക് കൊടുക്കാൻ മടിയില്ല. അല്ല, ശാസ്ത്രീയമായ പ്രശ്നത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അവർ ബോധേടല്ലെന്ന്. അവർക്ക് ഇലയിൽ ഇത്തിരി ഐറ്റം കാണാം, എന്നിട്ട് ഇല വയ്ക്കാൻ സ്ഥലമുണ്ട്. അത് ഇവിടുന്ന് ഞാൻ എൻ്റെ സാറിൻ്റെ അത്ര ദൂരം വലിയ ഇലയില്ല, നമ്മൾ ഈ അത്ര വലിയ ഇലകൾ അറ്റം മാത്രം വെട്ടി കളഞ്ഞിട്ട് അത് വെച്ചിട്ട് അത്ര നിരത്തി വിളമ്പുക. ഒരു 100 പേര്, ആകെ 100 പേർക്ക് കൊടുത്തുള്ളൂ. 100 പേർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി 100 പേരെ നിർത്തി ഇത്ര ഐറ്റം വിളമ്പാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും നമ്പർ ഓഫ് ആളുകൾക്ക് വിളമ്പിയത് എവിടെയാണ് ഏറ്റവും കൂടുതൽ? അത് ഡോക്ടർ പത്മശ്രീ രവിപിള്ളയുടെ മകളുടെ വിവാഹമായിരുന്നു. കൊല്ലത്ത് ആശ്രാമം ഗ്രൗണ്ടിൽ വെച്ച് നടന്നായിരുന്നു. വിവാഹത്തിന് ഏറ്റവും കൂടുതൽ കൊടുത്ത അദ്ദേഹത്തിനായിരുന്നു. 30,000 പേർക്കായിരുന്നു. അല്ല, അത് ആശ്രാമം ഗ്രൗണ്ടിൽ അന്ന് ഭയങ്കര വിവാദമായ സംഭവം ഉണ്ടായിരുന്നു അവിടെ. ആ ഗ്രൗണ്ട് ഒരു മാസക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്ത് ബാഹുബലിയുടെ സെറ്റ് ഇട്ടിട്ട് ആണ് ചെയ്തത്. അതിൻ്റെ അകത്ത് 8 ഡൈനിങ് ഹാളാണ്. 8 ഡൈനിങ് ഹാൾ. ഓരോ ഡൈനിങ് ഹാളിലും 1000 പേർക്കിരിക്കുക. അതായത് ഇതിന് ചുറ്റിനും മെയിൻ ഓഡിറ്റോറിയത്തിന് ചുറ്റും 8 പേർക്കിരിക്കുക, 1000 പേർക്ക് വെച്ചിരിക്കാവുന്ന 8 ഡൈനിങ് ഹാൾ അറേഞ്ച് ചെയ്തു. അത്തരം ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളവിടെ അത് കൊടുത്തത്. 30,000 പേർക്ക് കൊടുത്ത് 5 ട്രിപ്പ് കൊണ്ട് കൊടുത്ത് തീർത്തു. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫിലോസഫി എന്തായിരുന്നു? ഭക്ഷണം അന്നദാനമാണ്. കിട്ടുന്ന ആളുടെ മനസ്സ് നിറയണമെന്നാണോ, വയറ് നിറയണമെന്നാണോ, പരമാവധി വയറ് നിറയണമെന്നാണോ, എന്താണ്? അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരാളെ, ഞാൻ മുമ്പ് പറഞ്ഞ ഇത് തന്നെയാണ് എൻ്റെ ബാക്കി. അതായത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു സംഭവം. ഒരാൾ കഴിച്ചിട്ട് വളരെ സംതൃപ്തിയോടുകൂടി നമുക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നന്ദി പറഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ, മിക്കവാറും സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത് വല്ലാത്ത നമുക്ക് എന്താ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സംതൃപ്തിയിലാണ് നമ്മൾ വില കാണുന്നത്. ബാക്കിയൊന്നും ശാശ്വതമല്ല. അത് എല്ലാ കാലത്തും നിൽക്കും. 2 രീതിക്കും. ഒന്നവരുടെ ആ ഒരു സംതൃപ്തി എന്നും അയാളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകും. പിന്നെ ഓറലായിട്ട് അയാൾ മറ്റുള്ള ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അയാളൊന്ന് സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ. ഇത് രണ്ടും വന്നിട്ട് പൈസ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നാണ്. ഒരുപാട് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ബോധമില്ല പൈസയെക്കുറിച്ചിട്ട്. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ഫീലിങ്, അത് നമ്മൾ എത്ര കോടി കൊടുത്താലും കിട്ടിയല്ല സാറേ, കിട്ടില്ല. പരാതി പറയുന്നവരില്ലേ മലയാളികൾ? ഉണ്ട്, പരാതി പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഏതിനാണ് പരാതി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ചിലപ്പോൾ പറയും ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ അവർ ഒരുമാതിരി വരുന്ന ആൾക്കാർക്ക് കൊണ്ട് സർവീസ് ശരിയായില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു, കിട്ടിയാലും അറ്റം മുറിഞ്ഞിരുന്ന് ചുമ്മാ അവരുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളാണ്. അത് പറഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനം ഒരു ഡയലോഗ് ഉണ്ടാവും. എല്ലാവരും നല്ലത് പറയുന്നവരുണ്ട് ധാരാളം. മലയാളികളിൽ അധികം ഏതാണ് നല്ലത് പറയുന്നവരാണോ ചീത്ത പറയുന്നവരാണോ? അത് നല്ലത് പറയുന്നവരാണ് ഞാൻ കണ്ടിരിക്കുന്നത് അധികം ആൾക്കാരാണ്. പിന്നെ അങ്ങനൊരു കുറച്ച് സെലക്റ്റീവാണ്. ആരും എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ ഓർഡറുകളും നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. കുറച്ച് സെലക്റ്റീവ് ആവാറുണ്ട്. നമുക്കറിയാം ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും നമുക്ക് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരൊക്കെ നല്ലത് തന്നെ പറഞ്ഞിട്ട് പോകാറുള്ളൂ. ചീത്ത പറഞ്ഞിട്ട് പോകാറുള്ളവർ വളരെ ചുരുക്കം. സർ, ഈ വേസ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ട്രിവാൻഡ്രത്തുണ്ട്, അപ്പുറത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ പാലുകാച്ചിനാണെങ്കിലും ഫാമിലി ഫങ്ഷനാണെങ്കിലും ബാക്കി വരുന്ന ഭക്ഷണം അവർ ടൈപ്പ് ചെയ്യും. ഏതെങ്കിലും ഓർഫനേജസോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസോ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട്? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ആ ഏരിയ ചെയ്യാറുണ്ട്. അവിടെ ഒരു പാലായിലൊരു മര്യാദ എന്നും പറഞ്ഞ സംഭവമുണ്ട്. ശരിക്കും ഭ്രാന്തല്ല ആൾക്കാർ. അതിൻ്റെ അകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു 20ഓളം ആൾക്കാരുണ്ട് സെല്ലിൽ നിൽക്കുന്നവർ. അല്ലാത്തുള്ള ആൾക്കാർ സെമി ആയിട്ടുള്ളവരും ഇവരോടൊപ്പം തന്നെ ഇയാളും താമസിക്കുന്നത്. അവർക്ക് ഫ്രീ ഫുഡ് എല്ലാം അങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഒരു പുള്ളി ടൂറിനൊക്കെ ഉണ്ട്. പുള്ളി എന്തൊരു വല്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ എൻ്റെ എവിടെ മിച്ചം വരുന്നതില്ല. നമുക്ക് രാവിലെ തന്നെ ഞാൻ എല്ലാവരും പറയും, ആൾ കുറവുണ്ട് പറയണം കേട്ടോ. കാരണം അവരോട് എനിക്ക് പറയാം, അരി ഇടണ്ടാട്ടോ, സാധനം കൊടുത്തയക്കാം. അല്ലാണ്ട് മിച്ചം വരുന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. മിച്ചം വന്നിട്ട് എന്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അതിനെൻ്റെ ഒരു സാനിറ്റി പറഞ്ഞതിൽ എനിക്കൊന്ന് പലപ്പോഴും ഇവിടെ ബാക്കി വരുമ്പോൾ ഇത് കൊണ്ട് ഡംപ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ടാണ് അതിങ്ങനെ കാണരുതെന്നവർ. അതങ്ങനെ കാണാൻ പാടില്ല. ഓർഫനേജിൽ നിൽക്കുന്ന ആൾക്കാരും മനുഷ്യരാണ്. അവർക്ക് നമ്മുടേതായ രീതിക്ക് തന്നെ നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടിട്ട് അവർക്ക് ഒരു പോർഷൻ നമ്മളവർക്ക് കൊടുക്കുന്ന, നമ്മളും കഴിക്കുന്നില്ല. രണ്ടുപേരും കഴിക്കുന്ന ഓരോ സമയത്താണല്ലോ. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നവർ തന്നെയാണ്.
അതല്ല നല്ലത്. മിച്ചം വന്നിട്ട് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ പറയും, എല്ലാവരോടും പറയും, വിളിച്ച് പറയാം, മിച്ചം ഉണ്ടാവും കേട്ടോ, അരി ഇടണ്ട. അപ്പോൾ എന്ത് നേരത്തെ നമ്മളെടുത്ത് മാറ്റി കയറ്റി വിടും. അവർക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. പായസമൊക്കെ കിട്ടിയ വലിയ സന്തോഷം. എന്തെങ്കിലും 1-2 ഐറ്റം ചോറും കിട്ടിയാൽ മതി, കൊടുത്തയക്കും. ഏറ്റവും കൂടുതൽ ചെയ്തത് 30,000-ന്റെ ആണെന്ന് പറഞ്ഞു. കല്യാണ സദ്യ. അതല്ലാതെ അതിൽ കൂടുതൽ ചെയ്ത ഒക്കേഷൻസ് ഉണ്ടോ? അല്ലാണ്ട് അതിലും കൂടി ചെയ്ത് ഈ ചെട്ടിക്കുളങ്ങര ഒരു സ്കന്ദപുരാണ മഹായജ്ഞം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നു. അവിടെ ഈ 15 ദിവസത്തെ പരിപാടിയായിരുന്നു. മുരുകനെ കുറിച്ചിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ ആണല്ലോ സ്കന്ദപുരാണം എന്ന് പറഞ്ഞു. അതിൻ്റെ 15ാമത്തെ ദിവസം 18 കരക്കാരുടെ ആണല്ലോ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം. ഈ കരക്കാരൻ മുഴുവൻ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാറ് കൊടുക്കാൻ വേണ്ടി. അന്ന് നമ്മൾ 80,000 പേർക്കാണ് കൊടുത്തത്. രാവിലെ 9 മണിക്ക് ഇറങ്ങി രാത്രി 9 വരെ 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 2 കൂട്ടം പായസം ചെയ്തു. സദ്യ രാവിലെ 9 മണിക്ക് ഇറങ്ങി രാത്രി 9 വരെ. ആദ്യം നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ചില കഷ്ടതകളെ പറ്റി പറഞ്ഞിരുന്നു. നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ഗുണങ്ങളും ഉണ്ടാവില്ലേ? നമ്പൂരി ആയതുകൊണ്ട് അനുഭവിച്ച ഗുണങ്ങൾ ഇപ്പോൾ ഇതൊക്കെ തന്നെ. ശരിക്കും പറയാം, എൻ്റെ പേര് പി ഡി മോഹൻ എന്നാണ്. ഞാൻ ഈ പാചകരംഗത്ത് വന്ന പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയട മോഹൻ നമ്പൂരി ആക്കിയത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ഗുണം കിട്ടിയോ ശരിക്കും? അതെന്താണെന്നറിയില്ല. അത് ആൾക്കാർക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ അത് ഗുണം ടാഗ് വന്നു, അത് നിഷേധിക്കുന്നില്ല. ലേഖനം ചെയ്യുന്ന നമ്പൂരിക്കാരുടെ ഒരു രണ്ടാം തരമായിട്ട് കാണുന്ന ഒരു സംവിധാനമില്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഒന്നും കൂടെ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. ദേഹണം ചെയ്യുന്ന ആൾക്കാരെ റൈറ്റ് കറക്റ്റാണ്. കാരണം അവർ കാറ്റഗറൈസ് ദേഹണ്ണക്കാരെന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായിരുന്നു. വെടിക്കെട്ടുകാർ, ആനക്കാർ, ചിന്തിക്കടക്കാർ, അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സംഭവമാണ് ദേഹണ്ണക്കാർ. പണ്ട്, ഇപ്പോഴല്ല കേട്ടോ, നമ്പൂരിയാണെങ്കിൽ അത് 20s കാരണം അല്ലെ 2000-കളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ സമയത്തൊക്കെ സ്കൂൾ കലോത്സവം ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയം വരെ അങ്ങനെയാണ്. കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിവൃത്തി കൊണ്ട് അവർ കുളിക്കുകയില്ല, നല്ല വസ്ത്രം ധരിക്കുകയില്ല, മുറുക്കി ചോപ്പിച്ച് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഒരു എലൈറ്റ് കാറ്റഗറിയൊക്കെ മാറ്റുകയും അവർക്കും സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞു. അവർക്ക് ന്യായമായ റെന്യൂമറേഷന് മേടിച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 25 വർഷത്തെ പാചകത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയൊരു അംഗീകാരം. ഇപ്പം നോക്കിക്കോളൂ, ഏത് പാചകക്കാരനെ കണ്ടാലും വെയിറ്റ് പ്രശ്നമില്ല, പ്രശ്നം. ഇതിന്റെ ഇടയ്ക്ക് എന്താ സവർണ മേധാവിത്വം, ബ്രാഹ്മണിക്കൽ ഹെജിമണി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് 2 വർഷം മുന്നേ ഉണ്ടായിരുന്നു 23-ലെ കൺട്രോവേഴ്സീസ് ഉണ്ടായത് കോഴിക്കോട് വെച്ചുണ്ടാവില്ലേ. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കണ്ടത് ആ സമയത്ത്? അത് പൊളിറ്റിക്കൽ ഗെയിമിക്കാണെന്ന് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് നമ്പൂതിരി ഇക്കാലം അത്രയും ഇത് പ്രസാദ് ഹോട്ടലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പ്രസാദ് ഹോട്ടലിൽ നമ്മൾ അല്ലാണ്ട് ഓണല്ലേ കൊടുക്കണം. ഈ കലോത്സവങ്ങളിൽ നോൺ വെജ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഞാനല്ല, ഈ ആരും ഒന്നാലും കൊടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വരുന്ന ആൾക്കാരും കഴിക്കുന്ന അവർ ഗവൺമെൻറ് നമുക്ക് തരുന്ന നമ്പേഴ്സും വന്ന് കഴിക്കുന്ന ആൾക്കാരും ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ഞാൻ വന്ന് ചെയ്തതാണല്ലോ. തിരുവനന്തപുരത്ത് ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ 12,000 നമ്പർ 12,000 ആൾക്കാർക്കാണ് ഇവിടെ കൊടുക്കാനായിട്ട് ഒരു ദിവസം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് നമുക്ക് പറഞ്ഞിരുന്നത്. എൻ്റെ ടെൻഡർ എമൗണ്ടും അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും 20,000-ന് മുകളിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ 12,000 പേര് സർക്കാർ മാക്സിമം ആളെ കുറയ്ക്കും. അവർ കറക്റ്റ് വരുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിൻ്റെ ചാർട്ട് മാത്രം എടുത്തിട്ട് നമുക്ക് തരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഘടനകളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്, ഈ പോലീസുകാരുണ്ട്, സ്കൗട്ട്സുണ്ട്, യൂണിഫോം ധരിച്ച മറ്റുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇവരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇതിൻ്റെ പാർട്ടല്ല. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്കൊന്നും പക്ഷേ ഈ നോൺ വെജ് വെച്ചാൽ ഇതൊന്നും അവർക്കാർക്കും കൊടുക്കാൻ പറ്റില്ല. ഈ 12,000 പേർക്ക് പറഞ്ഞാൽ നമ്മൾ 12,000 പീസ്, എല്ലാം പീസ് റേറ്റാണല്ലോ വരുന്നത്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തപ്പോൾ അടുക്കളയിൽ കലാപം തുടങ്ങുന്ന 100% ഉറപ്പാണ്. അതുകൊണ്ടത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ 20,000 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണുള്ളത്? നമ്മൾ വയ്ക്കുന്ന അരിയുടെ എണ്ണം കണക്കാക്കി നോക്കും. നമുക്ക് എല്ലാം അറിയാമല്ലോ. നമുക്ക് നമ്മുടെ വോളിയം നമ്മൾ കയ്യിൽ നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ള സാധനം എടുത്തിട്ടല്ല നമ്മൾ പാചകം ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം വോളിയം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അല്ല, ഈ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അതേ നമ്പർ 12,000 പേർക്ക് സർക്കാർ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത് വൈകുന്നേരം ഉണ്ട് 10,000 പേർക്ക് കൊടുക്കണം. അപ്പോൾ 10,000 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരത്തെ 10,000-ൻ്റെ സാധനങ്ങളെല്ലാം
ഹാഫ് ബോയിൽഡായിട്ട് റെഡിയാണ്. അവിടെ വരുമ്പോൾ മിക്സി കൊടുക്കുമല്ലോ, വൈകുന്നേരത്തെ നമുക്ക് വേറെ അപ്പോൾ ഉണ്ടാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. രാത്രിയില്ല പ്രശ്നമില്ല കേട്ടോ, രാത്രിയിൽ ഈ പറഞ്ഞ ആളെ വരുള്ളൂ, ഉച്ചയ്ക്കാണ് വിഷയം. ഈ നോൺ വെജിന്റെ കാര്യത്തിൽ കേടാകുമെന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു, അതൊരു പ്രശ്നമാണോ ഈ കലോത്സവത്തിന്? അല്ല, കലോത്സവത്തിന് കേടാകുമെന്ന് പറഞ്ഞൊരു പ്രധാന, കേടാവുന്നതിനേക്കാൾ ഉപരി ഇതിപ്പോൾ ഇത്രയും കുട്ടികൾ 25,000 കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് ഒരേ കിച്ചണിൽ നിന്ന്, അതാണ് ഒരു സിംഗിൾ കിച്ചണിൽ നിന്നാണ് ഉണ്ടാക്കാൻ. അവർക്ക് അത്തരം സാധനം ഇപ്പം നിങ്ങളാർക്കും നോൺ വെജ് കഴിക്കുന്നവരാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചിക്കൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 8 പീസാണ് കിട്ടുന്നതെങ്കിൽ അത്രയും സാധനം കൊണ്ടുവന്ന് ഇത്രയും സാധനം ഡംപ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പാചകം ചെയ്തെടുക്കുന്നതിന് മുമ്പ് ആ സാധനം ഡാമേജ് ആയിപ്പോൾ. അല്ലെങ്കിൽ ഗവൺമെൻറ് വലിയൊരു ഫ്രീസർ യൂണിറ്റ്, അതായത് -36 മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഫ്രീസർ യൂണിറ്റ് ജനറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം അതിൻ്റെ അകത്ത് സാധനം സ്റ്റോർ ചെയ്തുകൊണ്ട് ഇത് പാചകം ചെയ്യാൻ പറ്റില്ല. അതൊന്നും പോസിബിൾ അല്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുത്തിട്ടൊന്നും അത്തരം ഒരു കാര്യം നടത്താൻ പറ്റില്ല. പക്ഷേ സർ, ഈ പിന്നെ കായിക സ്പോർട്സ് മനസ്സിലായി. ഈ അവിടെയും 15,000 ഉണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 5 അടുക്കളകളിലാണ് പോയത്. പക്ഷെ അപ്പോൾ അതും 5 അടുക്കളകൾ ചെയ്തൂടെ? ഇല്ല, അത് 5 അടുക്കളയിൽ ചെയ്യാൻ പറ്റില്ല. കലോത്സവം അത് ചെയ്യാൻ പറ്റില്ല. കലോത്സവത്തിൻ്റെ ഗ്ലാമർ പോയി. അപ്പോൾ കലോത്സവത്തിൻ്റെ ഗ്ലാമർ എന്താണ്? ഒരേ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് എല്ലാ ആൾക്കാരും വണ്ടിയിൽ അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ച് എണീപ്പിച്ച് വലിയൊരു ടെൻറ്റ് കെട്ടി അല്ലെങ്കിൽ വലിയൊരു പന്തൽ കെട്ടി അതിൻ്റെ അകത്ത് 4,000 പേർക്ക് ഇരിക്കാവുന്ന സംവിധാനങ്ങൾ ഒരുക്കി അതിൻ്റെ അകത്ത് 10 തവണ അല്ലെങ്കിൽ 5 തവണ ഒക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നിടത്താണ് അതിൻ്റെ ഒരു ഗ്ലാമർ എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത്, അല്ലേ? അങ്ങ് ഈ 23-ലെ കോൺട്രവേഴ്സി പൊളിറ്റിക്കൽ ഗിമ്മിക്ക് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അതിലേക്ക് കടക്കാതിരിക്കുന്നില്ല നല്ലത്. എല്ലാവർക്കും അറിയാം സംഭവം അന്ന് എന്ത് സംഭവിച്ചു. കോഴിക്കോട് ആയതിൻ്റെ പേരിലുണ്ടായ ചില ആനുകൂല്യങ്ങൾ ചിലർക്കൊക്കെ കിട്ടണമെന്ന് ഉള്ള വാശിയുടെ പിന്നിലുണ്ടായതായിരുന്നു സാഹചര്യങ്ങൾ. പക്ഷേ അതൊന്നും പോസിബിൾ അല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മന്ത്രി അവിടെ വെച്ച് തന്നെ ഡിക്ലെയർ ചെയ്ത് അടുത്ത വർഷം കൊല്ലത്ത് നിങ്ങൾ നോൺ വെജ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ മന്ത്രി പറഞ്ഞു നോൺ വെജിനെ കുറിച്ച് ആരും ചോദിക്കേണ്ട, കൊടുക്കില്ലെന്നും പറഞ്ഞു. അപ്പോൾ പ്രശ്നം കഴിയില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രണ്ടും പറഞ്ഞു. അല്ല, അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്ത് സ്റ്റേജിൽ വെച്ച് പറഞ്ഞു അടുത്ത വർഷം നമുക്ക് നോൺ വെജ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം അവിടെ ശരിക്കും ഡൈല്യൂട്ടായി. കൊല്ലത്തെ ഇതിൻ്റെ ആദ്യത്തെ സംഘാടക സമിതി കൂട്ടിയപ്പോഴെന്ന് പറയും നോൺ വെജിനെ കുറിച്ച് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട കേട്ടോ, അത് കുടിക്കില്ലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ സപ്പോർട്ട് തന്നെ. ഞാൻ ഒരിക്കലും സർക്കാരിനെ കുറ്റം പറഞ്ഞില്ലല്ലോ. മന്ത്രി എന്നോട് ചോദിച്ചിരുന്നു നമ്പർ എന്ത് ചെയ്യാൻ പറ്റുന്നത്. സാറ് പോസിബിൾ അല്ല സാറ്, പോസിബിൾ അല്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ട് പോസിബിൾ അല്ല? ഞാനൊരു കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞു. ദൈവാധീനം കൊണ്ട് കോഴിക്കോട് അന്ന് ആ സമയത്ത് 2023 പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിട്ട് വരുന്ന മുഹമ്മദ് ഖനീഷ് സാറായിരുന്നു. ഞാനും മുഹമ്മദ് ഖനീഷ് സാറും കൂടെ കൂടിയിട്ട് ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുരുങ്ങിയ ഒരു 7 വർഷം തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടു. തിരുവനന്തപുരം വരുന്ന 2009 മുതൽ 2016 വരെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പ്രായോഗികമാണെങ്കിൽ മാത്രം നമ്മൾ എഗ്രി ചെയ്താൽ മതി, അല്ലാത്തൊരു കാര്യത്തിന് എഗ്രി ചെയ്യണമെന്നില്ല, പറ്റില്ല. കാര്യം നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടത്താണ്ടിരിക്കാൻ പറ്റില്ല. സ്ട്രോങ് ആയിട്ട് തന്നെ പറയും നടക്കില്ല, നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. മന്ത്രിയായിട്ടുള്ള പേഴ്സണൽ ഇന്ററാക്ഷൻ അദ്ദേഹം എന്താ പറഞ്ഞു? അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അതറിയാം, അതൊരു സ്വഭാവം അറിയാമല്ലോ. എങ്ങനെ കൊടുക്കാൻ പറ്റുമോ സാറ്? ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ പിന്നെ അടുത്ത കൊല്ലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാമല്ലേ എന്ന് ചോദിച്ചു. ശരി, പിന്നെ പൊളിറ്റിക്സ് ഓവർ ഫുഡ് പലയിടത്തും ഇപ്പോൾ കേരളത്തിൽ അത് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർത്ത് കേരളയിലല്ല, ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ചിലർ പറയും ലൈക്ക് പിന്നെ വെജിറ്റേറിയൻ ഇസ് ഗുഡ്, സം പീപ്പിൾ സേ നോൺ വെജ് ഇസ് ഗുഡ്, ഈവൻ വിതിൻ നോൺ വെജ് ദർ ഇസ് പൊളിറ്റിക്സ്. അപ്പോൾ അതിന് പറയാമെങ്കിൽ ശരിക്കും എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ 7 ഇരട്ടിയാണ് മനുഷ്യൻ്റെ നീളത്തിൻ്റെ 7 ഇരട്ടിയാണ് മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അറിയാലോ. അപ്പോൾ നമ്മൾ നോൺ വെജ് ഭക്ഷണം കഴിച്ചാൽ ഇത് എത്രമാത്രം സമയം എടുത്തിട്ടായിരിക്കും ഇത് ഡൈജസ്റ്റീവ് പുറത്തു പോകും. ആ സമയത്ത് ഈ പക്ക നോൺ വെജ് ആയിട്ടുള്ള സിംഹം, പുലി തുടങ്ങിയിട്ടുള്ള മറ്റ് മൃഗങ്ങളുടെ അടുത്ത് നോക്ക്, അതിൻ്റെ ആ ശരീരത്തിന് എത്ര നീളമുണ്ടോ അതോടുകൂടി അതും കഴിഞ്ഞ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ വെച്ച് അവസാനിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വെളിയിൽ പോകുന്നതാണ്. അതുകൊണ്ട് അതിന് ഇൻഫാക്റ്റ് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത്തരം മൃഗങ്ങൾക്കൊന്നും. മനുഷ്യ ശരീരത്തിന് പക്ഷേ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു എന്താണ് പറയുക, നോൺ വെജും വെജിറ്റേറിയനും രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് മനുഷ്യൻ്റെ ജന്മം പോലെ തന്നെ അവരങ്ങനെ പല ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യർ നിർമ്മിക്കപ്പെട്ടത് വെജിറ്റേറിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ പറയാൻ പാടില്ല,
ആൾക്കാർ യൂസ്ഡ് ആയിട്ടുണ്ട് ഉള്ള കാരണം നോൺ വെജുമായിട്ട് യൂസ്ഡ് ആയിട്ട് നമ്മളിന്ന് അങ്ങനെയല്ല പറയുന്നില്ല. പക്ഷെ ഇഷ്ടമുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പുരാണങ്ങളിലൊക്കെ ബ്രാഹ്മിൻസും ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡ്യൂറിംഗ് വേദിക് ഏജ് വൺ ബ്രാഹ്മിൻ യൂസ് ടു പോളിഷ് ഓഫ്. കഴിക്കുന്നുണ്ട്. ബ്രാഹ്മിൺസ് എസ്പെഷ്യലി ബംഗാളി ബ്രാഹ്മിൺസ് നോക്കിക്കോളൂ. ബംഗാളി ബ്രാഹ്മിൺസൊക്കെ അല്ല ഫിഷ് കഴിക്കാത്ത ഒരാൾ പോലില്ല. മഹാരാഷ്ട്ര ബ്രാഹ്മിൺസ് നോക്കിക്കോളൂ, ഫിഷ് കഴിക്കാത്ത ഒരാൾ പോലില്ല. അവരൊക്കെ ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം പിന്നെ അവർ കഴിക്കുന്നില്ല എന്ന് പറയുന്നില്ല. കേരളത്തിൽ വേറൊരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിനോട് ബന്ധപ്പെട്ട്. കാരണം ഈ ഇവിടുത്തെ ഒരു ബ്രാഹ്മിൺസിൻ്റെ ഇടയ്ക്കുള്ള കുറച്ചുള്ള ഈഗോസ്, അല്ലെങ്കിൽ ഈ ആഠ്യ ബ്രാഹ്മണനും മറ്റ് ബ്രാഹ്മണരും ബ്രാഹ്മിൺസിൻ്റെ ഇടയ്ക്ക് തന്നെയുള്ള അവരുടെ പല തലത്തിൽ അവർ മാറി നിന്ന് ജീവിച്ചു പോകുന്നതിൻ്റെ ബാക്കി പത്രങ്ങളാണ് വെജിറ്റേറിയൻസ് അവരോട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാരണം. അത്രേ ഉള്ളൂ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്? ബ്രാഹ്മിൺസിന് എത്ര കാറ്റഗറി ഉണ്ട്? ഇപ്പോൾ ഞാനൊക്കെ യാത്രാ നമ്പൂതിരി പെട്ട ആളാണ്. യാത്രാ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ പണ്ട് യാത്രകളിൽ നിന്നൊരു പരിപാടിയുണ്ട്, സാറ് കേട്ടിട്ടുണ്ടാവും. ഇവരുടെ ക്രിസ്ത്യൻസിൻ്റെ മാർഗങ്ങളിൽ വേറെ ചവിട്ടുനാടകമില്ല, ചവിട്ടുനാടകം പോലെ അതിൻ്റെ വേറൊരു വേർഷനാണ് യാത്രകാലം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ യാത്രകൾ നടത്തുന്ന ആൾക്കാരായിരുന്നു. അത് ഏതെങ്കിലും ഇതുപോലെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, ഉപനയനം പോലുള്ള പരിപാടികൾ, പേരിടൽ പോലുള്ള പരിപാടികളൊക്കെ വീട്ടിൽ ഗെറ്റ് ടുഗദർ വരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ തലേ ദിവസം രാത്രിയിലത്തെ പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ ആ യാത്രാ നമ്പൂതിരി, ഈ യാത്രകളിൽ നടത്തുന്ന നമ്പൂതിരിമാരിൽപ്പെട്ട ആളാണ് യാത്രാ നമ്പൂതിരി. അതിൽപ്പെട്ട ആളാണ് എനിക്കൊന്നും ഈ ആഢ്യന്മാരെന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഇഷ്ടമല്ല. ബ്രാഹ്മിൺസിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് അവർ. ബ്രാഹ്മിൺസിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തിനാണ് ഇവിടെ ഈ മറ്റ് കാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയണത്? നമ്പൂതിരിമാരെ ഇടയ്ക്ക് തന്നെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇല്ല, പതിവില്ല. ഇപ്പോൾ പിന്നെ കാലം മാറിയപ്പോൾ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളത്. വലിയ ഇളയതുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാൾ താഴെയാണെന്ന് ഞങ്ങൾ പറയും, ഞങ്ങളെക്കാൾ മുകളിലാണെന്ന് അവർ പറയുകയും ചെയ്യുന്നൊരു വേറൊരു വിഭാഗമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കാസ്റ്റ് വൈസായിട്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് തന്നെ പണ്ട് മുതൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ അവരാണ് വെജിറ്റേറിയൻ കൂടുതൽ വെജിറ്റേറിയൻ വേണം, അല്ലെങ്കിൽ വെജിറ്റേറിയനിസത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും മനുഷ്യനിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഏതെന്തും കഴിക്കട്ടെ, പക്ഷെ ഞാൻ കഴിക്കുന്നത് നീ കഴിക്കണം എന്ന് പറയാണ്ടിരുന്നാൽ മതി. അത് പറയുന്നിടത്താണല്ലോ പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ പലരും പിന്നെ പണ്ട് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന പലരും വെജിറ്റേറിയനിലേക്ക് മാറുന്നുണ്ട്. ഒരു ഫാമിലിയിൽ തന്നെ പകുതി വെജിറ്റേറിയനും പകുതി നോൺ വെജും ഉണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ട് സാർ എന്തായിരിക്കും പറയുക? വെജിറ്റേറിയനിസം ആണോ നോൺ വെജിറ്റേറിയനിസം ആണോ? അല്ല, നോൺ വെജിറ്റേറിയനിസം ഹെൽത്ത് വൈസ് അല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. ഹെൽത്ത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കായികമാണിക്ക് ഇതിന് കൊടുക്കണമെന്ന് ചോദിക്കുമല്ലോ. കായികമാണിക്ക് നമ്മൾ നോൺ വെജ് കൊടുക്കുന്നുണ്ടല്ലോ. അത് ഹെൽത്തിന് ഒരു പരിധി വരെ ഇതിനേക്കാൾ കൂടുതൽ വളരെ പെട്ടെന്ന് നമുക്കത് ബൂസ്റ്റ് ചെയ്യുന്നു. ഇല്ല, നമ്മൾ സ്റ്റാമിനകളൊക്കെ ബൂസ്റ്റ് ചെയ്യും നോൺ വെജ് കഴിക്കും. വെജിറ്റേറിയൻ കഴിച്ചാൽ അങ്ങനെ വരില്ല. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ശക്തിയില്ലെന്ന് പറയാൻ പറ്റില്ല. ആനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട്. വെജിറ്റേറിയൻ മാത്രമല്ല കഴിക്കുക. എന്തെങ്കിലും ആന നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ശക്തിയും വെജിറ്റേറിയനായിട്ട് ഭക്ഷണശീലമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മറ്റേ കുറേ കൂടി ഈസി ആയിട്ട് ബൂസ്റ്റ് ചെയ്യും. മറ്റേ സ്ലോ ആണ്, വെജിറ്റേറിയൻ സ്ലോ ആണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നതിന് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നവരുണ്ടാവും, ധാരാളം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും. പൊറോട്ടയും ബീഫും കഴിച്ചു. എന്താ ആനകൾ നോൺ വെജ് കഴിച്ചു തുടങ്ങി എനിക്കറിയില്ല. എൻ്റെ ഒരു വലിയൊരു അനുഭവമുണ്ട്. എന്താണ്, വയനാട്ടിൽ പോയിട്ടൊരു ഓഡിറ്റോറിയത്തിൽ പോയി കല്യാണത്തിൻ്റെ ഒരു പരിപാടിക്ക് നിന്നാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വെജിറ്റേറിയനാണ് നമ്മൾ സദ്യ. അപ്പോൾ രാവിലെ ഇഷ്ടംപോലെ കുരങ്ങന്മാരിങ്ങനെ പാഞ്ഞ് നടക്കുക, ചുറ്റും നോക്കി കിടക്കുക, ജലൻ്റെ അടുത്തൊരു ഒണിഞ്ഞ് നോക്കുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ രാവിലെ മിച്ചം വന്ന ഫുഡ് പഴമൊക്കെ വെച്ചപ്പോൾ ഒരു ഒറ്റ കുരങ്ങനും പഴമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാച്ചിലോട് വെച്ചത് എന്താ ഇത് ഈ കുരങ്ങന്മാർ അതൊരു പ്രശ്നമുണ്ട് തരുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് നോൺ വെജ് മാത്രം വയ്ക്കുന്ന ഒരു ഓഡിറ്റോറിയം. ഇവന്മാർ അത് നിന്ന് ശീലിച്ചു. ഇവന്മാർക്ക് അത് മതി. ഇപ്പോൾ വെജിറ്റേറിയൻ കൊടുത്താൽ അവർക്ക് വേണ്ട. ശരിക്കും കാരണം വെജിറ്റേറിയൻ അപ്പോൾ അവർ സാഹചര്യങ്ങളാണ് മനുഷ്യരെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആക്കണം. മനുഷ്യരെന്നല്ല, മൃഗങ്ങളെപ്പോലും അങ്ങനെ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ല, അപ്പോൾ അവിടെയും ഈ ഒരു പ്രോബ്ലം അല്ലേ സാർ? കേരളത്തിൻ്റെ ഒരു ഒറിജിനൽ ക്യുലീനറി ഒരു കൾച്ചറിൽ ഈ മൈദ പൊറോട്ട അത് വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട്, അതിന് മുമ്പ് ഈ മില്ലറ്റ്സിന്റെ യൂസ്, ഈ ചാമ, ചോളം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഈ ഹെൽത്ത് ബേസ്ഡ് എന്നുള്ള ആസ്പെക്റ്റിലും കൂടെ ചോദിച്ചത്. ഹെൽത്ത് ബേസ്ഡ് അതിനൊക്കെ കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അത്രമാത്രം വിവരമില്ല. കാരണം ഞാൻ മില്ലറ്റ്സിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മില്ലറ്റ്സ് പണ്ട് പൊടിയരിക്കഞ്ഞി, ജാമക്കഞ്ഞിയൊക്കെ വയ്ക്കാറുണ്ട് വീട്ടിലും. പണ്ടൊക്കെ വയ്ക്കാറുണ്ട്.
ഈ ചില സമയങ്ങളിലൊക്കെ ശനിയാഴ്ച ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം ചാമയാണ്, അരി വയ്ക്കാൻ പാടില്ലല്ലോ, ചാമയൊക്കെ ഒന്ന് വെച്ചിരുന്നു കഴിക്കും, അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കിട്ടാനല്ലോ. പക്ഷേ നമ്മൾ ഈ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ഒരുപാട് സാമ്യം ഉണ്ടെന്നൊരു തിയറി ഉണ്ട്. അത് വെറുതെ പറയുന്നത്, അത് വെറുതെ അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ പക്ക വെജിറ്റേറിയൻ, അതൊരു ക്രൂവറിന് ഈ ലോകത്തുണ്ടായിരുന്നു. ഒരുപാട് എരിവും ഉപ്പൊക്കെ കൂടുന്നവർക്ക് ദേഷ്യം കൂടും, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ നമ്മുടെ എരിവ് ഉപ്പും കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വന്നുള്ളത്. എനിക്ക് സ്വാഭാവികമായിട്ടും നല്ലോണം എരിവ് വേണ്ട ആളാണ്, ഒരുവിധം ഉപ്പും വേണം. പക്ഷേ എനിക്ക് ദേഷ്യം നല്ല സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളരെ കൂളായിട്ട് ഫേസ് ചെയ്യുന്ന ആളാണ്. വിഷമം തോന്നാറുണ്ട്, ദേഷ്യം വന്നിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ആ രീതിക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കഴിക്കുന്ന ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവസ്ഥയായിട്ട് അത് മുൻപും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവം. കാരണം ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഫ്രെയിം ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾ ഒരിക്കലും പുലിയോ അല്ലെങ്കിൽ സിംഹമോ ഒന്നും ആയി മാറുന്നില്ല. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്ക് ഒരിക്കലും പാവങ്ങളായിട്ട് നിൽക്കാറുമില്ല. അപ്പോൾ അതൊക്കെ ഒരു എന്ത് പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. പക്ഷേ ആ കാരണം കൊണ്ടല്ലേ നമ്മൾ ഈ താമസിക ആഹാരങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നത്. വെളുത്തുള്ളി കഴിക്കാതിരിക്കുക. അല്ലല്ല, അതിൻ്റെ പ്രധാന പ്രശ്നം പറയാം. വെളുത്തുള്ളിയും ഉള്ളിയും മുൻകാലങ്ങളിൽ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രധാന വളം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അമേദ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾ മാറ്റി വെച്ചു. അതായതുകൊണ്ട് ഇപ്പം നമുക്ക് കഴിക്കാൻ പ്രശ്നമില്ല. ഇപ്പോൾ ഇതില്ലല്ലോ, ഇപ്പം നല്ല വളമല്ലേ ഇടുന്നു, ഇപ്പം നമുക്ക് കഴിക്കാമല്ലോ. പണ്ട് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയായി ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ ഫുഡ് കൾച്ചർ ഭയങ്കരമായിട്ട് മാറി. പൊറോട്ട വന്നതുള്ള മാത്രമല്ല, അറേബ്യൻ ഫുഡ്, അതെ, അൽഫാം, ഒരുപാട് അറബിക് ഫുഡ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ള ഫുഡുകളാണ്. അതൊക്കെ കേരളത്തിൽ അതുപോലെ കൊണ്ടുവരുന്നതിൻ്റെ പരിണത ഫലങ്ങളാണല്ലോ. ഇപ്പം നോക്കിയാൽ വടക്കൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഫുള്ളാണ്. എന്നുവെച്ചാൽ കണ്ടമാനം ഇതുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ മനുഷ്യനുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ആഹാരശീലങ്ങൾ മാറ്റിയതിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതി ഏതായാലും നമുക്ക് ഉൾക്കൊള്ളാം. മറ്റു രാജ്യങ്ങളിൽ കഴിക്കേണ്ടെന്നുള്ളത് വല്ലപ്പോഴും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കുന്നതിന് വിരോധമില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. നമുക്ക് അവിടുത്തെ യാത്രാനുഭവങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഒരു ഫുഡ് അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ വിരോധമില്ല. പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് പോകുന്നിടത്താണ്, അല്ലെങ്കിൽ അതേ കഴിക്കാവൂന്ന് പറയുന്നിടത്തും സ്ഥിരമായി അത് ഉപയോഗിക്കുന്നിടത്തും ശരിയല്ല എന്നുള്ള അഭിപ്രായം. അത് ഈ ഫുഡ് ബ്ലോഗേഴ്സിന് അതിന് വലിയൊരു പങ്കില്ലേ? ബിക്കോസ് സോഷ്യൽ മീഡിയയാണ് ഇതിന് ഇത്ര നശിപ്പിച്ചത് ശരിക്കും അറിയാൻ. ഫുഡിന് ഈ പ്രാദേശികമായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ മലബാറാണെങ്കിൽ മലബാർ മാത്രം കിട്ടുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ കിട്ടുന്ന ചിലത് നമുക്ക് പാലയിൽ കോട്ടയത്ത് കിട്ടില്ല. ഇപ്പോൾ അത് കമ്മ്യൂണിറ്റി വെച്ച് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഫുഡ് കിട്ടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റേ ഹിന്ദുക്കളുടെ ഫുഡ് ആയിരിക്കില്ല മലബാറിലെ മുസ്ലിം വിഭാഗം ഉപയോഗിക്കുന്നത്. ഈ പ്രാദേശികമായ ഇത്തരം മാറ്റങ്ങളുണ്ടല്ലോ, ഇതിനെ തന്നെ എങ്ങനെ കാണുന്നത്? ഇത് ആവശ്യമാണോ? അതോ ഫുഡ് കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതുണ്ടോ? ഫുഡ് കൾച്ചർ മാറണമെന്ന് ഞാൻ പറയുന്നില്ല. ഫുഡ് കൾച്ചർ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതൊക്കെ പറയില്ല, അതൊക്കെ ഒരു തീവ്രമായിട്ട് വളരെ പെട്ടെന്ന് ആൾക്കാർ പ്രതികരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ മാറുന്നു എന്നുള്ളത് എനിക്കൊരു അല്പം തോന്നാണ്. ഭക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വർഗീയവാദിയായി മാറുക, അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. ഉദാഹരണത്തിന് ഈ വടക്കൻ കേരളത്തിലെ കല്യാണത്തലേന്നൊക്കെ മറ്റേ പുഴുക്കാണ്. അതെ ഉണ്ട്. തെക്കൻ കേരളത്തിലെ പുഴുക്കുന്നൊരു സംവിധാനമേ ഇല്ല. വന്നിട്ടേ ഇല്ല. വടക്കൻ കേരളത്തിൽ അസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് സംഭവം, അത് കുറച്ച് എരിവൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ്. അത് വടക്കൻ കേരളത്തിലുണ്ട്. ഇവിടെ നമ്മൾ പുഴുക്ക് ഇവിടെ ആകെയുള്ള കപ്പ പുഴുക്കാണ്. ഈ തെങ്ങലൊക്കെ എത്തിയ വേറെ പുഴുക്കുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. മാത്രമല്ല ഇതിന്റെ പേരുകൾ, ഇപ്പൊ മുളകൂഷ്യം എന്നൊരു പേര് നമുക്ക് മുളകേഷ്യം എന്നുള്ള പേര് മുളകേഷ്യം എന്നുള്ള പേര് അത് കുറച്ച് മൈൽഡായിട്ടുള്ള സാധനം മുളകേഷ്യം. എന്നാൽ അധികം എരിവില്ല, അധികം പുളിയേ ഇല്ല, എരിവില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തുള്ള കരിവേപ്പില കൂടി ചേർത്ത് ഒരു സ്വാദാണ് പ്രധാനമായിട്ട് നിൽക്കുക. അപ്പോൾ സാധാരണയ്ക്ക് ഈ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ്റെ തലേദിവസം ഈവനിങ്ങിലാണ് ആ ഫുഡ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒന്നും ഒരിടത്തും കാണുന്നില്ല. ഇപ്പോൾ ഈവനിങ് എന്തെങ്കിലും വന്നാൽ പറഞ്ഞാൽ ഏതെങ്കിലും കാറ്ററിംഗാരനെ വിളിച്ച് വൈകുന്നേരം ഫ്രൈഡ് റൈസ്, പിന്നെ ചില്ലി കബി പനീർ ബട്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കുറേ നോൺ വെജ് ഐറ്റംസൊക്കെ ചുറ്റും ബാച്ചലർ പാർട്ടി എന്നൊരു ഒറ്റ പ്രയോഗമാണ്. അതെന്താ ഈ തലേന്ന് ആ ലൈറ്റ് ഫുഡ് കൊടുക്കാനുള്ള കാരണം? പിറ്റേ ദിവസം സദ്യയല്ലേ, പിറ്റേ ദിവസം കഴിഞ്ഞാൽ വേണ്ട, അല്ലെങ്കിൽ പിറ്റേ ദിവസം
ലൈറ്റ് ഫുഡാണ് തലേദിവസം കൊടുക്കാറ്. പരമാവധി ഒരു പുഴുക്ക് ഈ പറഞ്ഞ എരിവ് പറഞ്ഞൊരു മുളശ്യം, ഒരു കുറച്ച് രസമോ അങ്ങനെ എന്തെങ്കിലും സാധനം മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു മെഴുക്കുവരട്ടിയാണ് കിട്ടുക ധാരാളമായി ഞങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ, അല്ലെങ്കിൽ ഈ വെജിറ്റേറിയൻ വിഭവങ്ങൾ അത്രയും ഉണ്ടാകുന്നുണ്ട്. കാരണം പിറ്റേ ദിവസം അടിപൊളി സദ്യ കൊടുക്കുകയല്ലേ, അതുകൊണ്ടതിന് വയറ് ശുദ്ധീകരിച്ച് നിൽക്കുക, കഴിക്കണം. അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. നാളത്തെ സദ്യക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. കാരണം സദ്യ അതൊരു റെയർ ഫാക്ടർ കൂടിയായിരുന്നു. ഭക്ഷണം എന്ന് ഇത്രയും സുലഭമല്ലാത്തൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ സദ്യ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്നും എപ്പോഴും എവിടെയും സദ്യയല്ലേ, ആ രീതിയിലൊക്കെ മാറി. പകിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് സദ്യക്ക് വിഭവങ്ങളുടെ എണ്ണം കൂടുന്നത്. പകിട്ട് കൂട്ടണമെങ്കിൽ പിന്നെ വിഭവങ്ങളുടെ എണ്ണം കൂട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ്. കാരണം എല്ലായിടത്തും ആ സദ്യക്ക് അവിടെ നിന്ന് അത്ര വിഭവങ്ങളുള്ളൂ, ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നു. അത് അപ്പോൾ വിഭവങ്ങളുടെ എണ്ണം വെച്ച് 2 പേര് സദ്യ ഒരാൾ ശരിക്കും വിലയിരുത്തുന്നത് അതും ശരിയല്ലേ.